നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ച ലഹരിയെ പിടിച്ചു നിർത്താൻ അമ്മമാർക്കാകുമോ എന്നതാണ്. ചർച്ചയിൽ നമ്മോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്, ഡിവിഷൻ കൗൺസിലറാണ്. സ്വാഗതം പ്രിയ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സെക്രട്ടറി നിഷ ജോളി. സ്വാഗതം നിഷ. മഹിളാ കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് കവിത ഹരികുമാർ. ആശാപ്രവർത്തകയായ മഞ്ജു സലാം. നമസ്കാരം. ആദ്യ ചോദ്യം നമുക്ക് ആശാപ്രവർത്തകരോട് ചോദിക്കാം. ഒരുപാട് ജോലി സംബന്ധമായിട്ട് ഒരുപാട് വീടുകളിൽ അല്ലെങ്കിൽ ദൈനംദിനം പല കുടുംബങ്ങളെ നേരിട്ട് കാണുന്ന വ്യക്തിയാണ്. സാധാരണ നമ്മൾ പറയാം അമ്മയാണ് ആദ്യ ഗുരു. പക്ഷെ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ അമ്മക്ക് ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ 1% ആളുകൾ ശരിക്കുള്ള ഉത്തരവാദിത്വം ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. കൂടുതൽ അമ്മമാർ, ഏതമ്മമാരാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും വഴിതെറ്റിപ്പോകാനായിട്ട് ആഗ്രഹിക്കില്ല. അവരെ കൃത്യമായ രീതിയിൽ വളർത്താനും ആ നേർപ്പാതയിലൂടെ നയിക്കാനാണ് എല്ലാ അമ്മമാരും പ്രയത്നിക്കാറും അവരുടെ ആഗ്രഹവും. പക്ഷേ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് അത് ശരിക്കും കൃത്യമായ രീതിയിൽ നടക്കുന്നില്ല എന്നേ ഉള്ളൂ. ഭൂരിഭാഗം അമ്മമാരും മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് കൂടുതൽ നേരം പ്രയത്നിക്കുന്നവരും അവരുടെ ഉന്നമനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരും തന്നെയാണ്. പക്ഷെ അതിൽ വളരെ ചുരുക്കം ശതമാനം ആളുകൾ മാത്രമാണ് ഈ അമ്മമാർക്ക് ഒരു പേരുദോഷം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. ഏത് അമ്മമാർക്കാണെങ്കിലും മക്കളെ ആണെങ്കിലും കുടുംബത്തിനെ ആണെങ്കിലും നേർവഴിയിൽ നയിക്കാൻ പറ്റും. പക്ഷേ അവര് സത്യസന്ധമായിട്ട് മക്കളെ ആണെങ്കിലും ആരെയാണെങ്കിലും പൂർണ്ണമായി വിശ്വസിക്കരുത് ഇപ്പോഴത്തെ ഇതിൽ. കാരണം നമ്മൾക്ക് നമ്മളുടെ മക്കളുമേലെയും ഭർത്താക്കന്മാരുടെയും കുടുംബത്തിലെ എല്ലാവരുടെ പേരിലും വിശ്വാസവും എല്ലാം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇപ്പോൾ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണിത്. ചെറുപ്പം മുതലേ തന്നെ നമ്മൾ സ്നേഹത്തോടുകൂടിയും നമ്മൾ ചേർത്തണച്ച് മക്കളെ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വഴി തെറ്റിപ്പോകാനുള്ള സാഹചര്യം വളരെ കുറവാണ്. ശിക്ഷാ നടപടികൾ എല്ലാം വളരെ കുറച്ച് സ്നേഹത്തോട് കൂടിയിട്ട് അവർ ചെറുപ്പം മുതലേ, പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് കുട്ടികളെ കെട്ടിപ്പിടിച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അത് ചെറുപ്പം മുതലേ തന്നെ നമ്മളങ്ങനെ കൊണ്ടുവരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. അതേപോലെ പൂർണ്ണമായിട്ട് മക്കളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ മുഴുവൻ സമയം അവർ നമ്മളുടെ കൂടെ ഇല്ല. പുറത്തു പോകുമ്പോൾ ഇവർ ഇടപഴകുന്ന ആളുകളും കൂട്ടുകാരും ആ വഴിക്ക് പോകാം. എന്നാലും അവർ നമ്മളുടെ അടുത്ത് വരാൻ നേരത്ത് നമ്മൾ അവരെ ചേർത്ത് പിടിച്ചെങ്കിൽ പുറമേ നടന്ന എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചാലും അവർ നമ്മളോട് അത് തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കും. അതൊരു അകൽച്ച വരാൻ പാടില്ല അമ്മമാരും മക്കളും തമ്മിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ തന്നെ നമ്മൾ അതേ രീതിയിൽ ശീലിപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മക്കളെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. കവിത, ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന കാര്യം പറഞ്ഞു, ഒപ്പം അവർ അമിതമായി വിശ്വസിക്കരുതെന്നും പറയുന്നുണ്ട്. അതെങ്ങനെ സാധിക്കും? അത് കറക്റ്റാണ് പറഞ്ഞത്. നമ്മുടെ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മളൊരു കാര്യം വെച്ചൊരു മൊബൈൽ ഫോണ് നമ്മളുടെയൊക്കെ ഏജിൻ്റെ ഒരു 3/4 ഭാഗമായപ്പോഴാണ്, അല്ലെങ്കിൽ പകുതിയോടെ എടുക്കുമ്പോഴാണ് നമ്മൾ ഈ സാധനം കാണുന്നത്. പക്ഷെ ഇന്ന് പിറന്നു വീഴുന്ന കുട്ടികളുടെ ഒരു കരച്ചിൽ നിർത്തുവാൻ വേണ്ടിയിട്ട് ഈ സാധനം കൊടുക്കുന്ന അമ്മമാരുള്ള ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം 7 വയസ്സുള്ള ഒരു കൊച്ചു ബാത്റൂമിൽ മൊബൈൽ ഫോൺ കിട്ടാത്തത് കൊണ്ട് മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പോയിട്ടില്ല. എങ്കിലും അവിടെയും ഈ മൊബൈൽ ഫോണാണ്. അതായത് കരച്ചിൽ, കുട്ടിക്ക് ആവശ്യം, കുട്ടി ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വേണം. ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് വളർത്തണം എന്നൊക്കെ ആഗ്രഹമുള്ള അമ്മമാരാണ് എല്ലാവരും. പക്ഷെ അതും ഇന്നത്തെ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ ഇതിനുള്ള നേരം കൂടി നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്നു, തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ കുട്ടികളെ കേൾക്കാനായിട്ടുള്ള ഒരു മനസ്സ്, ആ സ്കൂളിൽ അന്ന് എന്താ സംഭവിച്ചത്, എൻ്റെ കൂട്ടുകാരാരൊക്കെയാണ്, ആരുടെയെങ്കിലും പിറന്നാളുണ്ടായിരുന്നു, ഇന്ന് എന്താണ് ടീച്ചർ പഠിപ്പിച്ചത്, എന്താണ് പറഞ്ഞത്, വല്ല പരീക്ഷ ഇട്ടോ അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചോ, നിസ്സാരമായിട്ടുള്ള ചെറിയ നമ്മുടെ പണികൾക്കിടയിൽ കൂടെ നമ്മുടെ സാരിത്തുമ്പിൽ പിടിച്ചു നടക്കുന്ന മക്കളുടെ അടുത്ത് നമുക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട, ചെറിയ കാര്യങ്ങളെടുത്ത്
അവരെ നമ്മൾ ഏറ്റവും നല്ലൊരു കൂട്ടുകാരായി അവർക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലുള്ള ഒരു എന്താ പറയുക ഒരു ബന്ധം, അമ്മ അച്ഛൻ എന്നതിലുപരി അവരുടെ ഒരു കൂട്ടുകാരായി നിന്നുകൊണ്ട് അവർക്ക് കേൾക്കാനുള്ളതും പറയാനുള്ളതും കേൾക്കാനും നമുക്കത് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ മക്കളോട് ചേർന്ന് നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മൾ നമുക്കൊരു ടൈം അതിന് നിർബന്ധമായിട്ടും എത്ര തിരക്കുള്ള അച്ഛനമ്മമാരായാലും നമുക്ക് അത് ഉണ്ടായിരിക്കണം. നമുക്ക് ഇന്നത്തെ കുടുംബ ബന്ധങ്ങളിൽ അത് അന്യം നിന്ന് പോകുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ തിരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളോട് ചേർത്ത് നമ്മുടെ ഫാമിലിയോട് ചേർത്ത് അവരാണ് നമ്മുടെ അസറ്റ്. അവരെ ഈ സമൂഹത്തിലോട്ട് ഏറ്റവും നല്ല രീതിയിൽ നല്ല മനുഷ്യരാക്കി വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത്. അപ്പം അതിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളോട് ചേർന്ന് നിന്ന് അവരെ കേൾക്കാൻ പറ്റുന്ന ഒരു നല്ല എന്താ പറയുക നല്ലൊരു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരനായിട്ട് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. നിഷ, ഇപ്പോൾ ഒരു ക്വാളിറ്റി ടൈമിനെ കുറിച്ചാണ് കവിത പറഞ്ഞത്. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി ഇപ്പോൾ ഈ അടുത്ത് പറഞ്ഞൊരു പ്രസ്താവനയായിട്ട് അത് നമുക്ക് ചേർത്ത് വായിക്കാം. അതായത് ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടി സ്കൂൾ ബസ് എന്ന പെട്ടിയിലേക്ക് കയറുന്നു, അവിടെ നിന്ന് ക്ലാസ് റൂം എന്ന പെട്ടിയിലേക്ക് വരുന്നു, വീണ്ടും വീടെന്ന പെട്ടിയിലേക്ക് തിരിച്ചു കയറുന്നു. അവിടെ അവനെ കേൾക്കാൻ ആരുമില്ല എന്നാണ് മുഖ്യമന്ത്രിയും ഈ ഒരു കോൺസെപ്റ്റിൻ്റെ മുഖ്യമന്ത്രിയും പറഞ്ഞത്. എന്തുകൊണ്ടിട്ടാണ് അമ്മക്ക് ഇപ്പോഴത്തെ അമ്മമാർക്ക് ആ ക്വാളിറ്റി ടൈം പിള്ളേർക്ക് കൊടുക്കാൻ പറ്റാത്തത്? ഇത് പറഞ്ഞത് വളരെ പ്രസക്തമായ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ്. ഈ തൊട്ടടുത്ത ലഹരി എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വാക്കുകളാണ് പറഞ്ഞത്. കുട്ടി ഒരു പെട്ടിയിൽ മാത്രം ഒതുക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതായത് വീടെന്ന പെട്ടിയിൽ നിന്നും സ്കൂൾ ബസ് എന്ന പെട്ടിയിലേക്ക് മാറ്റപ്പെടുന്ന കുട്ടി, അവിടെ നിന്നും സ്കൂളിലേക്ക് മാറ്റപ്പെടുന്ന കുട്ടി, വീണ്ടും തിരിച്ചു വരുന്നത് ഒരു പെട്ടിയുടെ അകത്തേക്കാണ്. കുട്ടിക്ക് ബാഹ്യലോകമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പെട്ടിയിൽ നിന്നുള്ളൊരു മോചനം കുട്ടിക്ക് കിട്ടുന്നില്ല. ഇപ്പൊ മാനവരാശിയുടെ ചരിത്രത്തിൽ നമുക്ക് തീയുടെ കണ്ടുപിടുത്തത്തിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഇന്റർനെറ്റിന്റെ കണ്ടുപിടുത്തവും. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇത് രണ്ടും സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ കൊള്ളും, അല്ലെ? തീർച്ചയായിട്ടും ഈ കുട്ടി പെട്ടിക്ക് ഉള്ളിലാകപ്പെടുമ്പോൾ അവൻ ഇന്റർനെറ്റ് എന്ന വിദ്യ വഴി പൊതുസമൂഹം പിന്നെ വീട്ടിലെ ആളുകളുമായിട്ട് ഡിസ്കണക്ട് ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ പുറം ലോകവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയുമാണ് അവിടെ കുട്ടി ചെയ്യുന്നത്. അവിടെ എന്താണെന്ന് വെച്ചാൽ കുട്ടി മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് അവന്റെ കമ്പ്യൂട്ടർ, ആ മുറിക്കുള്ളിൽ അവൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുന്നു. ഇവിടെ ഈ ക്വാളിറ്റി ടൈം പറഞ്ഞത് അത് നമ്മുടെ ഏറ്റവും പ്രൈം ടൈമാണ്. നിങ്ങൾ ചാനലുകാർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പ്രൈം ടൈം ന്യൂസ് ചാനൽ അല്ലെ? ഏറ്റവും അധികം ജനങ്ങളെ ആകർഷിക്കുന്ന ആ സമയം ചില ചാനലുകാർ സീരിയലിന് വേണ്ടി മാറ്റിവെക്കുന്നു. മുതിർന്ന ആളുകൾ, നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ പലരും സീരിയലിന് മുമ്പിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഈ പ്രൈം ടൈമിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ജോലിക്ക് പോകുന്ന അമ്മമാരും മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകുന്നവരുണ്ട്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ജോലിക്ക് പോകാതെ ഒരു കുടുംബം, മാതാവും ആയിക്കോട്ടെ പിതാവും ആയിക്കോട്ടെ, മുതിർന്ന ആളുകൾ ജോലിക്ക് പോകാതെ ആ കുടുംബം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. അപ്പൊ കുട്ടികൾ പിന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവരുടെ ട്യൂഷൻ കഴിഞ്ഞ് ഹോംവർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഈ മാതാപിതാക്കൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ അപ്പൊ അവൻ ആ ക്വാളിറ്റി ടൈം ഉദ്ദേശിക്കുന്ന പ്രൈം ടൈമിൽ ആ കുട്ടിക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി ആ അമ്മ മാത്രമല്ല മാതാപിതാക്കൾ മാറ്റിവെക്കണം. ആ മാറ്റിവെക്കുന്ന സമയം വളരെ വിലപ്പെട്ട സമയമാണ്. നമ്മളും ഈ ഇന്റർനെറ്റ് എന്ന ലോകത്തു നിന്ന് മാറി, അതുപോലെ TV ചാനലിൽ നിന്ന് മാറി, മറ്റുള്ള പൊതുവായ കാര്യങ്ങളിൽ നിന്ന് മാറി ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഈ കുടുംബത്തിന് വേണ്ടി, കുട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ, ഇപ്പൊ നേരത്തെ നമ്മുടെ കവിതയും അതുപോലെ തന്നെ നമ്മുടെ സഹോദരിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഈ സമയം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ആ അന്ന് നടക്കുന്ന അവന്റെ സ്കൂളിൽ നടന്ന അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ നടന്ന അവന്റെ വിഷയങ്ങൾ നമുക്ക് കേൾക്കാം. അവനെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ. അവർ കേൾക്കാനാണ് ഇപ്പോൾ ആളില്ലാത്തത്. കുട്ടി കേൾക്കാൻ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വരുമ്പോൾ നമ്മൾ ഫോണിലാണെങ്കിൽ 2-3 പ്രാവശ്യം അവൻ നമ്മളെ വിളിച്ചു കഴിയുമ്പോൾ പറഞ്ഞോ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഫോണിൽ തോണ്ടിയിരുന്ന പിന്നെ അവർക്ക് പറയാനുള്ള സമയത്ത് നമ്മൾ ചെല്ലുമ്പം അവരൊരു പക്ഷെ നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും. അവരെ കേൾക്കാനുള്ള സമയത്ത് നമ്മൾ അവരെ കേട്ടില്ലെങ്കിൽ നമുക്ക് അവരെ കേൾക്കാനായിട്ട് പിന്നെ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഇപ്പം അങ്ങനെയുള്ള കുട്ടികള് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അതുപോലെ തന്നെ ഗെറ്റ് ടുഗദർ പാർട്ടികൾ സംഘടിപ്പിക്കുന്നു.
അങ്ങനെയൊക്കെ നമ്മൾ വളരെ ബാഹ്യലോകവുമായിട്ട് പുറമെ നോക്കുമ്പം വളരെ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന പല കുടുംബങ്ങളും ഒറ്റക്കായി പോകുന്ന ഈ കുട്ടികൾ പൊട്ടിക്കരയുന്ന അവസ്ഥയിലാണ് പല ആളുകളും. കുട്ടികളും ഒറ്റപ്പെടല് വളരെ അനുഭവിക്കുന്നുണ്ട് കുട്ടികൾ. അതായത് ഒറ്റപ്പെടലാണ് മെയിൻ ആയിട്ട്. കാരണം അവര് വീടിന്റെ അകത്ത് കണക്റ്റഡ് അല്ല. വീടിന്റെ അകത്ത് കണക്ട് അല്ല. ഈ ഇന്റർനെറ്റ് അതുപോലെ അവൻ മാത്രമല്ല, അവന്റെ കുടുംബാംഗങ്ങളും മാതാപിതാക്കളും എല്ലാം ഈ ഒന്നെങ്കിൽ ചാനലുകാരുടെ അല്ലെങ്കിൽ ഇന്റർനെറ്റ് അന്ന് ആ ഒരു ബാഹ്യ ലോകത്തേക്ക് കണക്റ്റഡ് ആയി പോകുമ്പോൾ കുടുംബ ബന്ധങ്ങൾ ഇഴയ അടുപ്പമില്ലായ്മ, ശിഥിലീകരണമാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു കാരണമാണ് ലഹരിക്ക് അടിമപ്പെടാനും മറ്റുള്ള ബന്ധങ്ങളിലേക്ക് കുട്ടികൾ ചെന്ന് ചാടാനും വളരെ വലിയ കാരണമാകുന്നുണ്ട്. അതിൽ നമ്മൾ അമ്മമാര് മാത്രമല്ല നമ്മുടെ മാതാപിതാക്കളും വളരെയേറെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. പ്രിയ, ഇപ്പം ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ടൈമിന് ഹിൻഡർ ചെയ്യുന്നത് അഡിക്ഷൻ ആണെന്ന് പറയുന്നത്. അതിപ്പോൾ ഇന്റർനെറ്റ് ആവട്ടെ, മൊബൈലാവട്ടെ, അത് കുട്ടികളുടെ തെറ്റായിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഈ അഡിക്ഷൻ ഇപ്പം ഈ പറയണ തുടങ്ങുന്നത് അച്ഛനിലായിരിക്കാം, അമ്മയിലായിരിക്കാം അല്ലേ. കുട്ടികൾ അത് കണ്ടിട്ടാണ് ചെയ്യുന്നത്. അവർക്കാവാമെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന സന്ദേശമാണ് അവരത് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഒരു മാതാവിനും പിതാവിനും ചെയ്യാൻ പറ്റും? നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയാം നമ്മുടെ ജോലി സംബന്ധം, അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്തേ പറ്റുള്ളൂ, നമുക്ക് ആ സമയത്ത് വേറെ അവരെ പെൻഡിങ് വർക്ക്സ് തീർക്കുന്ന സമയം, ആ സമയത്ത് അവർക്ക് മക്കൾക്ക് വേണ്ടി കൊടുക്കാനുള്ള സമയം ഇല്ല. ഇന്നത്തെ ഫാസ്റ്റ് ലോകം. അപ്പൊ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത്. എന്താണ് സൊല്യൂഷൻ ഇതിന്? ഇതിന് നമുക്കൊരു സമൂഹത്തെ മുഴുവനുമായിട്ട് ഇങ്ങനെ കരുതാൻ കഴിയില്ല. നമ്മൾ എല്ലാവരും നോക്കുമ്പോഴേക്കും ഒരു സമൂഹത്തില് ഒരു പക്ഷേ ഒരു 30% മാതാപിതാക്കൾ ബിസി ആയിട്ടുള്ളവരുണ്ടാവും. അവിടെ തന്നെ ഒരു 10% കുടുംബങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ. 20% പേര് മേക്കപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. ഇനി സമയം കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് മക്കൾക്ക് വേണ്ടി. ഇപ്പൊ ഞാനൊരു വക്കീലും കൂടിയാണ്. എന്റെ അടുത്ത് വരുന്ന കക്ഷികൾ അല്ലെങ്കിൽ ഒരു NDPS ഞാൻ NDPS കേസിൽ പണിയെടുക്കാറില്ല. പക്ഷെ എനിക്കറിയാം ആ ഒരു വക്കീൽ സമൂഹത്തിൽ നിൽക്കുമ്പോൾ അവിടെ വരുന്ന കുട്ടികൾ മാതാവ് ജോലിക്ക് പോകാത്തതാണ്. ഒരു വക്തി അവരുടെ അച്ഛന്മാരായിരിക്കും വിദേശത്തുള്ളത്, അത്യാവശ്യം കാശുണ്ട്, പക്ഷെ അവരെല്ലാവരും മക്കളുമായിട്ട് കണക്റ്റഡ് ആണ്. അവർ പോലും അറിയാണ്ട് അവർക്ക് പോലും ഒരു സർപ്രൈസ് ആണ്. ഒരു പോലീസ് കയറി വരുമ്പോഴോ അല്ലെങ്കിൽ അവരെ കുട്ടിയെ അറസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഷോക്കാണ് കിട്ടുന്നത്. കാരണം അവർക്ക് അവരുടെ മകൻ അങ്ങനെ പ്രതീക്ഷയില്ല. അവർ പറയുന്നത് രാവിലെ മുതലേ മകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കളിച്ച് ചിരിച്ചാൽ വീട്ടിൽ നിന്ന്. അപ്പൊ ഈ ഒരു എന്താ പറയാ ഒരു കണക്ഷൻ ഇല്ലായ്മ അതൊന്നുമല്ല ഈ ലഹരിയുടെ കാരണം. നമ്മൾ അങ്ങനെ ഒരു കാരണം കൊണ്ട് ലഹരിയെന്ന് നമ്മൾക്ക് സമൂഹത്തിൽ ഇപ്പൊ കാണാൻ കഴിയില്ല. ഈ അഡിക്ഷന്റെ കാര്യം പറയുമ്പോൾ തന്നെ ശരിയാണ്. കുട്ടികൾ ആദ്യം കണ്ടുപിടിക്കുന്നത് കുടുംബത്തിലുള്ള അംഗങ്ങളെയാണ്. അത് കഴിഞ്ഞിട്ട് അവരുടെ നെക്സ്റ്റ് സ്റ്റേജ് അവരുടെ സുഹൃത്ബന്ധമാണ്. അവരുടെ 3ാമത്തെ സ്റ്റേജ് അവരുടെ ജീവിത പങ്കാളിയാണ്. നാളെ പിന്നെ അവരുടെ പ്രൊഫഷണലായി അങ്ങനെ അവർ സമൂഹമായിട്ട് കണക്ട് ചെയ്ത് വരുന്നവരാണ്. വീടുകളിലെ അഡിക്ഷൻ എന്ന് പറഞ്ഞാലും മാതാപിതാക്കളും മൊബൈൽ യൂസ് ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത്ര അഡിക്റ്റഡ് നമുക്ക് പറയാൻ പറ്റും. നമ്മളെല്ലാവരും വീട്ടമ്മമാരാണ്. ഇപ്പൊ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണ്, ഞാനൊരു ലോയറും കൂടിയാണ്. പക്ഷെ നമ്മളുടെ ക്വാളിറ്റി ടൈം നമുക്ക് കുട്ടികൾ കൊടുക്കാണ്ട് അത്യാവശ്യം മാത്രം മൊബൈൽ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരു മാതാപിതാക്കളും അങ്ങനെ ഫുൾ ടൈം മൊബൈലായിട്ട് പോകുന്നു. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവരെ അബ്സോർബ് ചെയ്യുന്നവരാണ്, അതിനൊരു കാരണം കണ്ടെത്തുന്നവരാണ്. ഇതിൽ മെയിൻ നമ്മളിപ്പോൾ നോക്കേണ്ടത് കുട്ടികളുടെ മാനസികാവസ്ഥ. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ഈ ഫാസ്റ്റ് ലോകത്തിൽ ഇന്നുണ്ടാകുന്ന, അതായത് പണ്ട് തന്നെ ഒരു കൂട്ടുകുടുംബമായിരുന്നു. അവർക്കറിയാം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. അവകാശങ്ങളെക്കാൾ നമ്മൾ കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അവർ കാണുന്നവരാണ് ഒരു കൂട്ടുകുടുംബത്തിൽ. പക്ഷെ ഒരു മൈക്രോ കുടുംബത്തിൽ എങ്ങനെയാണ് അവർ കാണുന്നത്? അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വേണം, ഇത് വേണം, അത് ചെയ്തു തരണം, ഇത് ചെയ്തു തരണം, തിരിച്ച് വീടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അങ്ങനത്തെ ഒരു ബോധമില്ല. അപ്പോൾ ഇതൊരു സമൂഹത്തിന്റെ ഒരു മാറ്റമാണ്. ഈ മാറ്റത്തിന് നമുക്ക് ഒരു കാരണം കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഒരു കാരണം കൊണ്ട് അങ്ങനെ സംഭവിച്ചു നമ്മൾക്ക് പറയാൻ പറ്റും. ഈ മാറ്റത്തെ നേരിടേണ്ടത് നമ്മളെല്ലാവരും. അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ മാതാപിതാക്കന്മാരെ നമ്മൾ ശരിക്കും ബോധവാന്മാരാക്കുക. കാരണം അവർക്ക് ചില അമ്മമാരൊക്കെ എത്രയോ ഇന്നസെന്റ് അമ്മമാരുണ്ടെന്ന് പറയും. നമ്മൾ കണ്ണുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കില്ല. അവരൊക്കെ ഹൃദയം തകർന്നവർ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ അത്രയും സ്നേഹത്തോടെ ലാളനയോടെ കുട്ടികളെ ഇവർ പറയുന്നത് ചേർത്ത് പിടിച്ചു വളർത്തിയവരാണ്. പക്ഷെ ഏതൊരു നിമിഷത്തിൽ ഒരു മകൻ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ തിരിഞ്ഞു പോകുന്നുണ്ട്. അറിയുന്നില്ല, കൊച്ചു കെട്ടിപ്പിടിച്ച് കരയണത് അമ്മേനെ തന്നെയാണ്. പോലീസ് വരുമ്പോഴും കുഞ്ഞ് കരയണത് അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ എന്ത് പേര് പറയും? അത് അഡിക്ഷനാണോ? എന്താണ് അത്? സമൂഹത്തിൽ ഉണ്ടാകുന്ന വിപത്തിൽ അറിയാണ്ട് ആ കുട്ടി പെട്ടുപോകുന്നതാണ്. അപ്പൊ ഒരു ലഹരിയുടെ കാര്യം ഇന്നത് കൊണ്ട് എന്ന് നമ്മൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. നമുക്ക് മാതാപിതാക്കളെ കുറ്റം പറയാൻ പറ്റില്ല, ടെക്നോളജിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ്. പക്ഷേ ഒരു ബോധവൽക്കരണം, നിയമത്തിന് കുറ്റം പറയാൻ പറ്റുമോ?
ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് ഇതുള്ളത് NDPS-ലാണ്. നമുക്കറിയാലോ ഏറ്റവും, കാരണം ഓരോരോ കാര്യങ്ങൾ കൃത്യമായാൽ പോലും കോടതിക്ക് കിട്ടാവുന്ന ഡിസ്ക്രിപ്ഷണറി പവർ പോലും അവർ ഈ പറയുന്ന NDPS കേസുകൾ ഉപയോഗിക്കാറില്ല. ഞാൻ കാണാറുണ്ട് പല മജിസ്ട്രേറ്റുകളും ജാമ്യം തള്ളാറാണ്. മറ്റേത് കേസിലും ജാമ്യം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന മജിസ്ട്രേറ്റുമാർ അല്ലെങ്കിൽ ജഡ്ജിമാർ അവർ NDPS കേസുകളിൽ അവർ സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ചാൽ അത് അവർ നോക്കും, അവർ ജാമ്യം കൊടുക്കാണ്ട് നോക്കും. അപ്പം നിയമത്തിൻ്റെ അപാകതയല്ല, ടെക്നോളജി വളർന്നേ പറ്റുള്ളൂ, ഫാസ്റ്റ് ലൈഫാണ്. പക്ഷെ ഒരു ബോധവൽക്കരണം, അത് കുഞ്ഞുങ്ങളിൽ തുടങ്ങുന്ന ഒരു ബോധവൽക്കരണം, സിനിമകളുടെ എഫക്റ്റ്, നമ്മളുടെ ഒരു ഹീറോമാരുടെ എഫക്റ്റ്, ഇതെല്ലാം അങ്ങനെ എല്ലാം കൂടിയിട്ടാണ് ഈ ലഹരി എന്ന് പറയുന്ന ഒരു സാമൂഹ്യ വിപത്ത് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. അത് ഒരുമിച്ച് പല ഘടകങ്ങളിലൂടെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു കുടുംബം, ഒരു അമ്മ, അച്ഛൻ, അതിലൂടെ മാത്രമല്ല. ഇപ്പോൾ പ്രിയ പറഞ്ഞതിലൊരു കാര്യമുണ്ട്, കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അന്ന് ഇപ്പോൾ ഒരു കുട്ടി ഒറ്റക്കാവുന്നില്ല. ഇന്നിപ്പോൾ അതല്ല അവസ്ഥ. കവിത, അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ഈ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി തിരിച്ചു വന്നാൽ ഈ പല പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതായത് ഒരു കൂട്ടുകുടുംബം പഴയതുപോലെ ഉള്ള ഒരു കൂട്ടുകുടുംബം ഇനി ഉണ്ടാവില്ല. ഇനിയുള്ളത് മുഴുവൻ ഈ മൈക്രോ രീതിയിലുള്ള ഒരു കുടുംബമാണ്. അച്ഛൻ, അമ്മ, കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ 1 2 അവർ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അവർക്ക് ലഹരി എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ നമ്മൾ അവരെ കേൾക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് നമ്മൾ മാറിയില്ല എന്നുണ്ടെങ്കിൽ അവരെ കേൾക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ആൾക്കാരിലോട്ട് അവർ പോകും. ഈ ചെറിയ കുടുംബം എന്ന് പറയും, ഇപ്പം അച്ഛൻ ജോലിക്ക് പോകുന്നു, അമ്മ ജോലിക്ക് പോകുന്നു, അവിടെ കുട്ടി കേൾക്കാൻ ആരുമില്ലല്ലോ. അപ്പോൾ ഈ കൂട്ടുകുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും, ഒരു ഗ്രാൻഡ് മദർ ഉണ്ടാവും, അല്ലെങ്കിൽ സിബ്ലിംഗ്, അവരുടെ അങ്കിൾ ഉണ്ടാവും, ആൻറ്റി ഉണ്ടാവും, അല്ല ആരെങ്കിലൊക്കെ അവർക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല അത് ഇനി തിരിച്ചു വരും എന്നുള്ളത്. പക്ഷേ ഗ്രാൻഡ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ അവരുണ്ടാവാം നമ്മുടെ കൂടെ. നമ്മുടെ അമ്മൂമ്മ അല്ലെങ്കിൽ മുത്തശ്ശൻ, മുത്തശ്ശി, അച്ഛൻ, അമ്മ, മക്കൾ കൂടി വന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു ഫാമിലി, കൂട്ടുകുടുംബം എന്നുള്ളത് നമുക്കിനി ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ. ഇപ്പം പ്രിയ പറഞ്ഞതുപോലെ തന്നെ ഈ ഫാസ്റ്റായിട്ട് നമ്മൾ ലൈഫ് പോകുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അവനവൻ്റെ ജോലിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ഓരോരോ സ്ഥലങ്ങളിലോട്ട് മാറിപ്പോകുമ്പോഴത്തെ കുടുംബത്തിൽ അവശേഷിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കുറച്ച് പേര് മാത്രം. ഒരു സൊല്യൂഷൻ എന്താണ് കുട്ടി ഒറ്റപ്പെട്ട് ആകാതിരിക്കാനുള്ള? കുട്ടി ഒറ്റപ്പെടുന്നത് കൊണ്ടിട്ടാണ് അവനിക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ വരും. ഇപ്പം ഈ പറഞ്ഞ പോലെ അമ്മ അറിയുന്നില്ല, അച്ഛൻ അറിയുന്നില്ല, അവൻ ഈ പറയുന്ന പോലെ പല ഇൻ്റർനെറ്റ് വഴിയായാലും മൊബൈൽ വഴിയായാലും മറ്റുള്ളവരെ കണക്ട് ചെയ്യും, സുഹൃത്ത് ബന്ധം വഴി. ഇപ്പോൾ ഒരു കുട്ടി തെറ്റ് ചെയ്താലും അമ്മ പറയാ അത് അവൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ മോനായിട്ട് ചെയ്യില്ല, എൻ്റെ കൂട്ടുകാരൻ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മളൊരു കുഞ്ഞിൻ്റെ എന്താ പറയുക, നമ്മൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ ഈ ഒരു കുട്ടികളെ നമ്മൾ അറിയുക, അവനൊന്ന് കേൾക്കുക, പിന്നെ അവൻ്റെ ബാഗുകൾ നമ്മളൊക്കെ നോക്കുക, എന്താണ് നമ്മളുടേതല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം, നമ്മൾ കൊടുത്തു വിട്ടതല്ലാത്ത ഒരു സാധനം അവൻ്റെ കയ്യിലുണ്ടോ, ഉണ്ട് എങ്കിൽ അതെന്താണ്, എവിടുന്ന് കിട്ടി, എന്ത് കാരണം, ഇതെല്ലാം നമ്മൾ അന്വേഷിക്കണം. പിന്നെ അവൻ്റെ താല്പര്യത്തെ കുഞ്ഞിനെ അറിയാൻ നമ്മൾ ശ്രമിക്കണം. അവൻ്റെ താല്പര്യം എന്താണ്, കളികളിലുള്ള താല്പര്യമാണോ, അല്ലെങ്കിൽ മറ്റ് വേറെ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളാണ്, ഡാൻസ് പ്രോഗ്രാം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കൾച്ചറലായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും എന്തിലോട്ടാണോ അവൻ്റെ മൈൻഡ് പോകുന്നത് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു പ്രവർത്തനം. അതായത് അവനെ കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെയുള്ള ഒരറിവ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ അവനെ ആ ലൈനിൽ കൂടെ നമുക്ക് നയിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതാണ് അവൻ്റെ ലഹരി എന്നുള്ള രീതിയിലാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരിക്കലും നമ്മൾ ലഹരിക്ക് അഡിക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്നൊരു മോചനം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ കുഞ്ഞുങ്ങളുടെ ഓരോ ലഹരിയും സമൂഹത്തിന് നല്ല രീതിയിലും അവൻ്റെ ലൈഫിനും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് തിരിച്ചറിയാം നമ്മുടെ മക്കളെ. പക്ഷെ ഇപ്പോൾ പറഞ്ഞല്ലോ കുട്ടിയെ അറിയാൻ ശ്രമിക്കണം. പക്ഷേ അറിയാൻ ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ പാരൻറ്റിങ്ങിൽ എങ്ങനെയാണ് എന്നൊരു അമ്മക്ക് അറിയാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കൂടെയാണ് പോകുന്നത്. കാരണം അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവർക്കാകാൻ പറ്റാതെ പോയ കാര്യങ്ങൾ, അതല്ലെങ്കിൽ കോമ്പറ്റീഷൻ, എൻ്റെ മകൾ
അവള് ആദ്യം വരണം, അവൾ ഇന്ന കാര്യത്തിൽ സ്കിൽഡ് ആയി, ചിലപ്പോൾ കുട്ടിക്ക് ആ സ്കിൽ ഉണ്ടാവില്ല. ഇപ്പം പറഞ്ഞ പറക്കാൻ പറ്റുന്ന പക്ഷിക്ക് നീന്താൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥ എന്ന പോലെയൊക്കെ തന്നെ കൂടുതൽ ഫോഴ്സ് ചെയ്തിട്ട്, എന്നാൽ എനിക്ക് എൻ്റെ കുട്ടിയെ അറിയാം, പക്ഷേ കുട്ടിയുടെ ഈ പറയുന്ന സ്കില്ലോ ഇതൊന്നും അറിയാതെ ശ്രമിക്കുന്നില്ല. അത് ഒരു ഈ കുട്ടിക്ക് കൊടുക്കുന്ന അധിക ഫോഴ്സ് അല്ലേ നിഷ? തീർച്ചയായിട്ടും. ഇപ്പം സ്മിത പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ പ്രിയ കൗൺസിലർ പറഞ്ഞതുപോലെ തന്നെ, ഒരു കുട്ടിയുടെ ആദ്യ വിദ്യാലയം എന്ന് പറയുന്നത് അവൻ്റെ കുടുംബമാണ് അല്ലേ? കുടുംബം ആണ് അവൻ്റെ വിദ്യാലയം. ഒരു 4 വയസ്സ് വരെ അവൻ ആ കുട്ടി വീട്ടിൽ ആരൊക്കെയുണ്ടോ, പ്രത്യേകിച്ച് മാതാപിതാക്കളാണെങ്കിൽ അവരെ കണ്ടാണ് അവൻ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ പക്ഷിമൃഗാദികളെ ഇപ്പം നമുക്ക് ചുറ്റും അനലൈസ് ചെയ്ത് നമുക്കറിയാം, ഒബ്സർവ് ചെയ്താൽ അറിയാൻ പറ്റും. ഒരു ആന കുട്ടി പ്രസവിച്ചു, ആ ആന ആ കുഞ്ഞ് വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് അവൻ നിന്ന് നടക്കാനും ഒക്കെ പഠിക്കുന്നത് അവൻ്റെ ആ കുട്ടിയുടെ ആ ആനക്കുട്ടിയുടെ അമ്മയെ കണ്ടിട്ടാണ്. അതുപോലെ തന്നെ ഒരു കോഴിക്കുഞ്ഞിനെ ആണെങ്കിൽ കോഴിക്കുഞ്ഞ് മുട്ട വിരിഞ്ഞ് അത് ചികയാനും ചിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത് അമ്മയാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ കുട്ടികള് നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. പല കാര്യങ്ങളും നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കഥ പറയുവാണെങ്കിൽ ബുദ്ധന്റെ ഒരു കഥയുണ്ട്. അതിനകത്ത് ബുദ്ധൻ ഒരു കുട്ടിയെ അവന്റെ ജീവിതം, കുട്ടികളാണല്ലോ വളർന്ന് മുതിർന്നവരാകുന്നത്, ഒരു മഞ്ഞുതുള്ളിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ആ മഞ്ഞുതുള്ളിയോട് ഉപമിക്കുമ്പോൾ ആ മഞ്ഞുതുള്ളിയുടെ പരിശുദ്ധതയും അതുപോലെ നൈർമല്യവും ഒക്കെ ആ കുട്ടിക്കുണ്ട്. ആ കുട്ടി അവന്റെ ജീവിതം മഞ്ഞുതുള്ളി ഉപമിക്കുവാണെങ്കിൽ മഞ്ഞുതുള്ളി ജീവിതം പൂർത്തിയാക്കുന്നത് സമുദ്രത്തിൽ പല കുട്ടിയുടെ പോലെ തന്നെ ശൈശവവും ബാല്യവും യൗവനവും ഒക്കെ പിന്നിട്ട് ആ മഞ്ഞുതുള്ളി സമുദ്രത്തിൽ വീഴുമ്പം അതിനിടക്ക് പല കടമ്പകളുണ്ടാവും അല്ലേ? അതിൻ്റെ ഇടക്ക് ആ മഞ്ഞുതുള്ളി കടന്നു വരുന്ന വഴിയിലൂടെ ചിലപ്പം പുൽമേടുകൾ ഉണ്ടാകാം, പൂക്കൾ ഉണ്ടാകാം, നമ്മൾ തന്നെ പറയത്തില്ല, ഔഷധങ്ങളുടെ ഇടയിലൂടെ വരുന്ന പിന്നെ വെള്ളത്തിന് നല്ല മണമുണ്ടാകാം, അതുപോലെ തന്നെ ഗുണമുണ്ടാകാം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ മഞ്ഞു തുള്ളി ഇങ്ങനെ കടന്നു വരുമ്പം ചിലപ്പം ചെളിക്കുണ്ടുകളും കാണാം. ചെളിക്കുണ്ടുകളിലേക്ക് വീണു പോകാതിരിക്കാനായിട്ട് ആ മഞ്ഞുതുള്ളി പിന്നെ മാതാപിതാക്കളുടെ ഒരു ട്രെയിനിങ് അല്ല, ഒരു ശ്രദ്ധ വേണം. അതുപോലെ തന്നെ ആ ചെളിക്കുണ്ടിലേക്ക് വീണു പോയി കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥ അതിലേക്ക് വരാനായിട്ട് മഞ്ഞുതുള്ളിക്ക് സാധിക്കത്തില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ പല മാതാപിതാക്കളും കുട്ടികളെന്താണ്, എനിക്ക് ഒരു പോലീസ് ഓഫീസർ ആകാനായിരുന്നു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു IAS ഡോക്ടർ ആകാൻ ആഗ്രഹം. എനിക്കത് സാധിച്ചില്ല. അപ്പൊ എന്റെ മക്കളിലൂടെ അത് പൂർത്തീകരിച്ച് എനിക്ക് കാണണം. അങ്ങനെ ഓവർ സ്ട്രെസ്സാണ് ആ കുട്ടിക്ക് കൊടുക്കുന്നത്. അവൻ പിന്നെ എല്ലാത്തിലും A+, ആ ഒരു ചിന്ത ആ കുട്ടിയുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കുട്ടിക്ക് ചിലപ്പോൾ കലാപരമായ കഴിവുകൾ ധാരാളം ഉണ്ടാവും, കായികപരമായിട്ട് ചിത്രം വരയ്ക്കാനായിട്ടൊക്കെ ഉള്ള കുട്ടികളെയാണ് ഈ A+, എൻട്രൻസിന്റെ എക്സാം, നീറ്റ്, കീം എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ പഠിക്കുന്ന 8ാം ക്ലാസ് ആകുമ്പോൾ തന്നെ എൻട്രൻസ് കോച്ചിങ്ങിന്, IAS കോച്ചിങ്ങിന് അവന് താങ്ങാനാവുന്നതിൽ കൂടുതൽ ഭാരം ആ കുട്ടിയുടെ മനസ്സിലേക്കും പരാതിപ്പെടാൻ പറ്റുന്നില്ലല്ലോ. ഒരു വശത്ത് അവന് ഭയങ്കരമായ അമർഷവും ദേഷ്യവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ സ്നേഹപ്രകടനങ്ങളും, അല്ലെങ്കിൽ അമ്മ വിഷമിക്കും, അച്ഛൻ വിഷമിക്കും, അവരുടെ വലിയൊരു പ്രതീക്ഷ ഈ കുട്ടിയിൽ അർപ്പിച്ചിരിക്കുകയാണ്. വളരെ സ്ട്രെസ്സാണ് ആ കുട്ടി അനുഭവിക്കുന്നത്. അപ്പൊ അത് മറ്റുള്ള ഇതിലും ബാധിക്കുന്നുണ്ട്, അവന്റെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പം ഒരു കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ മാത്രമല്ല, ഒരു നല്ലൊരു പൗരനായിട്ട് വന്ന് നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ രാഷ്ട്രത്തിന്റെ തന്നെ സമ്പത്തായി മാറേണ്ട ഈ കുട്ടികളെയാണ് അമിത പ്രതീക്ഷയും ഓവർ സ്ട്രെയിനും ഇതൊക്കെ കൊടുത്ത് ഈ മാതാപിതാക്കൾ സമാധാനത്തിൽ ഇടത്താവളം പോലെ ആയിരിക്കുമോ ഈ കുട്ടികളിൽ ലഹരി എന്നുള്ള സംഭവം കണ്ടെത്തുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞത് കൗൺസിലർ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികളും അങ്ങനെ, എല്ലാ മാതാപിതാക്കളും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും അങ്ങനെയല്ല, ഭൂരിഭാഗമൊന്നും അങ്ങനെയല്ല, അപൂർവം ചിലരാണ് ഇപ്പൊ ഈ മഞ്ഞുതുള്ളിയുടെ കഥ പറഞ്ഞതുപോലെ തന്നെ ചെളിക്കുണ്ടിലോട്ടൊന്ന് വീഴാനായിട്ട് ഉള്ള ഒരു ആഗ്രഹം വരുന്നു. അതിലൂടെ എനിക്കൊരു വിയോജിപ്പുണ്ട്. പണ്ടത് അപൂർവതയായിരുന്നു നിഷ, പക്ഷെ ഇന്നതല്ല. ഇന്ന് സർവ്വസാധാരണം പോലെയാണ്. ഇപ്പോൾ ഒരു സ്കൂൾ കുട്ടിയുടെ ബാഗിൽ നിന്നാണ് ഇപ്പൊ നമുക്ക് സ്റ്റാമ്പുകൾ കണ്ടെടുക്കുന്നത്. ഇത് പണ്ട് നമുക്ക് കേട്ട് കേൾവിയില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് തുറച്ചായ സ്ഥലത്തോ അല്ലെങ്കിൽ ഗോഡൌണിലോ ഒക്കെ വെച്ച് കിട്ടുന്നത്. ഇന്ന് കുട്ടികൾ സ്കൂൾ ബാഗിൽ നിന്ന് തന്നെയാണ് ഈ സംഭവം കിട്ടുന്നത്. അപ്പൊ ചോദിക്കുമ്പോൾ അവർ പറയുന്നതാണ്, ഞങ്ങൾക്ക് വീട്ടിൽ സമാധാനമില്ല, നമുക്ക് പഠിക്കുന്നുള്ള സ്ട്രെസ്. ആ ഒരു സ്ട്രെസ്സാണോ അവരെ ഇതിലേക്ക് നയിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം.
അങ്ങനെയാവാം, ഞാൻ പറയുന്നത് അങ്ങനെയാവാം. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ കേരളം ഇപ്പൊ സ്മിത പറഞ്ഞ നേരത്തെ ഇതൊക്കെ അപൂർവതയായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും സാമൂഹ്യക്ഷേമ രംഗത്തും എല്ലാ രംഗത്തും ആണെങ്കിലും കേരളം മികച്ചതാണ്. നമ്മുടെ സർവേ അല്ല, ദേശീയ സർവേയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇപ്പോ നീതിന്യായ സംവിധാനത്തെ, പോലീസ് സംവിധാനത്തെയൊക്കെ നമ്മൾ അടച്ചാക്ഷേപിക്കും അല്ലെ. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച രീതിയിലുള്ള നീതിന്യായ പരിപാലനം നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പം അതുപോലെ തന്നെ അതിനോടുകൂടെ തന്നെ ഞാൻ ചേർത്ത് വെക്കുകയാണ്, ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിലും കേരളം മുൻപന്തിയിൽ നിൽക്കുന്നു. വളരെ നിരാശാജനകമായിട്ടും വേദനയോടുകൂടി തന്നെയാണ് ഈ കാര്യം പറയുന്നത്. ലഹരി ഉപയോഗിക്കുന്നവരെ പിടിക്കുന്ന സംസ്ഥാനവും കേരളം തന്നെയാണ്. ആ ഒരു ന്യൂസ് പത്രമാധ്യമങ്ങൾ ഇപ്പൊ നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളിയുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു പേപ്പറും ഒരു ചായയായിട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് ഏത് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫോണിലൂടെ ആണെങ്കിലും എന്തിലൂടെ ആണെങ്കിലും നമുക്ക് അപ്പം നമുക്ക് ഇല്ലാത്തതും ഉള്ളതിനേക്കാളും കൂടുതൽ ഇല്ലാത്ത വാർത്തകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം കേസുകൾ പിടിക്കുന്നത് കൂടുതലും കേരളത്തിലാണ്. അതുപോലെ തന്നെ ലഹരി ഉപയോഗത്തിന്റെ അതിനെ നേരിടാനായിട്ട് നമ്മൾ ശാസ്ത്രീയമായ വശങ്ങളും ഇതുപോലെ തന്നെ ബോധവൽക്കരണം ഒക്കെ നമുക്കുണ്ട്. അതിൽ കൂട്ടിച്ചേർത്ത് പറയാം, ലഹരി ഉപയോഗം കൂടുതലാണെന്നതിനേക്കാളും ലഹരി ഉപയോഗിക്കുന്നവർ അപ്പോൾക്കപ്പോൾ തന്നെ പിടിക്കുന്നത് കൊണ്ടിട്ട് വെച്ചാൽ ലഹരി ഉപയോഗം കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ലഹരി ഉപയോഗം കൂടുന്നുണ്ട്, പക്ഷെ അത് പിടിക്കപ്പെടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നീതിന്യായ രംഗത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വീഴ്ചയാണ്. ഇവിടെ നമ്മൾ നടക്കുന്നുണ്ട്. അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും സമൂഹവും ഗവൺമെന്റും ഇപ്പൊ അത് ഒരു ലഹരിയുടെ കാര്യം വരുമ്പം പ്രത്യേകിച്ച് ജാതിയോ മതത്തിനോ സംഘടനകളെയോ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പം ഒരു സമൂഹത്തിലും ഒരു ജാതി സംഘടനയിലും ഒരു രാഷ്ട്രീയ സംഘടനയിലും ആളുകൾ ആഗ്രഹിക്കുന്നില്ല കുട്ടികൾ ഈ രീതിയിൽ വഴിതെറ്റി പോകാനായിട്ട് ആരും തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മളുടെ ഈ ഒരു വിപത്തിനെതിരെ സമൂഹത്തെ കാർന്നു തരുന്ന വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണ് ലഹരി. ഈ ഇതിനെതിരെ നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഈ വിപത്തിനെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നും പടിയിറക്കാൻ പറ്റുള്ളൂ. ആശാപ്രവർത്തക എന്ന നിലയിൽ ഇപ്പോൾ ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ കേരളം മുൻപന്തിയിലാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ വഹിക്കുന്നൊരു പങ്ക് വലുതാണ്. പക്ഷേ എൻ്റെ ഒരു സംശയമാണ്, മുമ്പ് എല്ലാ അമ്മമാരും വിദ്യാസമ്പന്നരായിരുന്നില്ല, ഇന്ന് വിദ്യാസമ്പന്നരാണ്. അതിനോടൊപ്പം ഈ സൈഡ് എഫക്റ്റ് പോലെ ഈഗോ, കോംപ്ലക്സ് അങ്ങനെ സംഭവങ്ങൾ ഈ അമ്മമാരിൽ വന്നിട്ടുണ്ടോ? അതാണ്, അല്ലെങ്കിൽ അതുകൊണ്ടിട്ടാണ് ആ അമ്മാനേക്കാളും വലുതായിട്ട് ഞാൻ നിൽക്കണം, എനിക്ക് മുമ്പിൽ നിൽക്കണം, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ ആണോ സത്യത്തിൽ ഇങ്ങനെയുള്ളൊരു വിപത്തിലേക്ക് നയിക്കപ്പെടുന്നത്? വിപത്തിലേക്ക് പോകാനായിട്ട് ഇതൊരു കാരണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്. അടുത്ത വീട്ടിലെ കുട്ടി എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി, അപ്പോൾ ഈ വീട്ടിലെ കുട്ടിക്ക് എഞ്ചിനീയറിങ് പഠിക്കാൻ അവന് താല്പര്യമില്ല. പക്ഷെ ഇതേ കണ്ട അവൻ എഞ്ചിനീയറായി, നീ ഇങ്ങനെ ആവണ്, ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കണ്ടേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് കുട്ടികളെ, അതായത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർക്ക് ഇങ്ങനെയായി അങ്ങനെയായി അതുകൊണ്ട് നീ ഇത് പഠിച്ചേ ആകൂ എന്ന് പറഞ്ഞിട്ടൊക്കെ ചേർക്കണതുണ്ട്. പിന്നെ ലഹരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് കാണുന്നതോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ നമ്മൾക്കൊരു സന്തോഷമോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണണം, ഇല്ല വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുന്നതാണ് ലഹരി. അപ്പൊ ഈ കുട്ടികളുടെ ഉള്ളിൽ കുടുംബമായിരിക്കണം ലഹരി. കുടുംബത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇല്ല മാതാപിതാക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇല്ല സഹോദരങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം, അവരോടൊപ്പം ഇരിക്കണം, അങ്ങനെയുള്ള ചിന്ത ചെറുപ്പം മുതലേ നമ്മൾ ഒരുമിച്ചിരുന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് അത് ഉണ്ടാകും. ഇപ്പോൾ ഈ ക്വാളിറ്റി ടൈം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ വന്ന് കുട്ടികൾ ഇരിക്കാൻ നേരത്ത് നമ്മൾക്ക് കുടുംബ പ്രാരാബ്ദത്തിന്റെ കാര്യങ്ങളായിരിക്കാം അമ്മമാരോ വീട്ടിലെ വേറെ ആരാണെന്നുണ്ടെങ്കിലും കുട്ടികളോട് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാതെ ആകുമ്പോഴാണ് അവർക്ക് സന്തോഷം കണ്ടെത്തുന്ന വേറെ ഏതെങ്കിലും രീതിയിലേക്ക് പോകാനുള്ള ഒരു പാത നമ്മൾ ഒരുക്കി കൊടുക്കണേണ്. അത് ആരുടെയും തെറ്റല്ല. പിന്നെ മറ്റുള്ള കുടുംബത്തിലെ പോലെ ആകണം എന്നുള്ള രീതിയിൽ കുട്ടികളുടെ മുകളിൽ കൂടുതൽ ഫോഴ്സ് കൊടുത്തിട്ട് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാ ജോലിയും എല്ലാ മേഖലയും ഒരു മാന്യമായിട്ടുള്ളത് തന്നെയാണ്. ഇപ്പൊ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഡോക്ടറോ ആയ കുടുംബത്തിലുള്ളവർ മാത്രമല്ല നല്ല നിലയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എല്ലാ വീട്ടിലും ഓരോ എഞ്ചിനീയറും എല്ലാ ഡോക്ടേഴ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള ജോലി ചെയ്യാനും ആളില്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
വേറെ ഈ എഞ്ചിനീയർ ഡോക്ടേഴ്സിന്റെ അല്ലാതെ സാധാ ഒരു കാർപ്പൻറ്റർ അങ്ങനെ അതേപോലുള്ള ജോലി ചെയ്യാൻ ആളെ കിട്ടുന്നില്ല. ഒരു റെസ്പെക്റ്റോ മാന്യതയോ കൊടുത്ത് കുടുംബങ്ങളിൽ വളർത്തപ്പെടും. അത് നമ്മൾ വീട്ടിൽ മുതലേ അത് പറഞ്ഞ് കുട്ടികൾക്ക് ഇപ്പൊ ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ കുട്ടികൾക്ക് അങ്ങനെ ഇപ്പൊ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്നുള്ള ചിന്തയൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കേൾക്കാത്ത പല സ്ട്രീമുകളിലേക്ക് ഇപ്പൊ അഡ്മിഷൻ കുട്ടികൾ ഇപ്പൊ ആരോടെങ്കിലും ഫീൽഡിലൊക്കെ പോകുമ്പോൾ ചോദിക്കും പറയും കുട്ടി നമ്മൾ പോലും കേൾക്കാത്ത എന്തെങ്കിലുമൊക്കെ ഇതായിരിക്കും ആ കേൾക്കണ സ്ട്രീമുകൾ. അപ്പോ പിന്നെ കുറച്ച് വിഭാഗം ആളുകൾ പറഞ്ഞതുപോലെ തന്നെ അടുത്ത വീട്ടിലാകണത് പോലെ നോക്കിയിട്ട് ഇതേപോലെ ആകണം എന്നുള്ള ഒരു കുട്ടികൾക്ക് സ്ട്രെസ് കൊടുക്കാനും അവരെ അതിലേക്ക് എത്തിക്കാനുള്ള വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾക്കുള്ള വരുമാനത്തിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടിയാലാണ് മക്കൾ അതിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയിൽ കൂടുതൽ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത പോകുന്ന വിഭാഗം ആളുകളും ഉണ്ട്. നമ്മൾ ഫീൽഡിൽ പോകുമ്പോൾ പല വിഭാഗത്തിലുള്ള ആളുകളെ കാണുമ്പോൾ കേൾക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മമാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും അത് എൻ്റെ കുട്ടി ഇത് ചെയ്തതാണെന്നുള്ള സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് വേണം. അവരെ തിരുത്താനുള്ളത് ഇല്ല. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ അവർ വിചാരിച്ച എന്താകും എന്നുള്ള ചിന്തയില് അങ്ങനെ വിചാരിച്ചിട്ട് ഇവരത് ഒതുക്കി വെക്കാൻ നേരത്ത് കുട്ടികൾക്ക് അത് ഇത്തിരിയും കൂടെ കോൺഫിഡന്റ് ആവണേണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ വീട്ടുകാരുണ്ടെന്നുള്ളത്. അത് തുടക്കത്തിലേ തന്നെ നമ്മളത് നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാൻ നേരത്ത് ഒരു പേടി വരും മനസ്സിൽ. പിന്നെ ഈ ചെറുപ്പം കുട്ടികളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ എല്ലാവരുടെയും മനസ്സിൽ പേടി എന്നുള്ള വികാരം കുറവാണ്. അവർക്ക് നിയമത്തിനെ കുറിച്ചിട്ട് ചെറിയ കുട്ടികളുടെ കാര്യം നിയമത്തിനെ കുറിച്ചിട്ടുള്ള അറിവില്ല. ഈ നിയമം തെറ്റിച്ചാൽ എന്തൊക്കെ ശിക്ഷ കിട്ടും എന്നുള്ള ഒരു അറിവില്ല. അവര് മുതിർന്ന് വരുമ്പോഴാണ് ശിക്ഷയെ കുറിച്ചിട്ടും നിയമത്തിനെ കുറിച്ചിട്ടൊക്കെയുള്ള അറിവ് വരുന്നത്. അത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മോനെ ഇത് ചെയ്താൽ ഇങ്ങനെ ആകും എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ അറിവോടുകൂടി വളർന്ന കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ വീട്ടിൽ കെയറിങ്ങും കാര്യങ്ങളും കുറയുമ്പോഴും അവർക്ക് പുറമേ നിന്നും അതേപോലുള്ള കാര്യങ്ങൾ കിട്ടാൻ നേരത്ത് അതിലേക്ക് ഒരു ചായ്വ് വരാനുള്ളതും ഉണ്ട്. അതായത് കുടുംബമാണ് ലഹരി എന്നുള്ള രീതിയിൽ ചെറുപ്പം മുതലേ വളരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള വേണ്ടാത്ത ലഹരിയിൽ അകപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പ്രിയ, ഇപ്പൊ കുടുംബമാണ് ലഹരി അല്ലെങ്കിൽ ജീവിതമാണ് ലഹരി, ഇത് നമ്മൾ പിള്ളേരെ ഇൻസ്റ്റിൽ ചെയ്യണം. അത് കുടുംബത്തിൽ നിന്ന് അത് എങ്ങനെ അത് ഇൻസ്റ്റിൽ ചെയ്യേണ്ടത് മാതാവും പിതാവുമാണ്. പക്ഷെ അതിനുള്ള സമയം അവർക്കില്ല. അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിയമത്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കുട്ടികൾക്ക്, അങ്ങനെ ഒരു സംവിധാനം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ ഇതിലും പിള്ളേർക്ക് എന്നുള്ള രീതി നമുക്ക് കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പം എന്തായിരിക്കാം അത് അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൂടുന്നതല്ലേ? ഇതിനെക്കുറിച്ച് ഒന്ന് പറയാം. ഇതേ നമുക്ക് ശരിക്കും ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുന്നത് സ്മിത, സർക്കാർ സ്കൂളുകളിലും പ്രൈവറ്റ് സ്കൂളിലും പഠിക്കുന്ന കുട്ടികളെ സ്മിത ഒന്ന് നോക്കണം. സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. അവർക്കധികം സ്ട്രെസ്സൊന്നുമില്ല. സർക്കാർ കാലാകാലമായിട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഓരോ നല്ല ദിവസങ്ങളും ആഘോഷിച്ച് ഓരോ നല്ല കാര്യങ്ങളും പറഞ്ഞു, നമ്മൾക്ക് മുമ്പേ പോയ മഹാമാരെ കുറിച്ച് പറഞ്ഞു, അവരുടെ ദിവസങ്ങൾ ആഘോഷിച്ച് അങ്ങനെ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള കുട്ടികളെ പോലെയാണ് സർക്കാർ സ്കൂളിലെ കുട്ടികൾ പറയുന്നത്. മറിച്ച് നമ്മൾ പ്രൈവറ്റ് സ്കൂളിൽ നോക്കിയോ, സ്മിത പറഞ്ഞ പോലെ തന്നെ ആ ഈഗോ, ആ മാതാപിതാക്കളുടെ ഈഗോ തുടങ്ങുന്ന അവിടെ നിന്നാണ്. പ്രൈവറ്റ് സ്കൂളിൽ ഏത് ബെസ്റ്റ് സ്കൂളിൽ എൻ്റെ മകൾ പഠിക്കണം, എൻ്റെ മകൻ പഠിക്കണം, ആ ബെസ്റ്റ് സ്കൂളുകൾ നൽകുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്ന അവരുടെ ഒരു ദിനചര്യ എന്ന് പറയുന്നത് അത് അവരുടെ വിദ്യാഭ്യാസപരമായിട്ട് മാത്രമാണ്, ഒരു വിഷയങ്ങളെ സംബന്ധിച്ച് മാത്രമാണ്. സയൻസ്, മാത്സ്, സോഷ്യൽ മറ്റൊരു കാര്യം അവർ ടച്ച് ചെയ്ത് പോകുന്നില്ല, ഒന്നും പറയുന്നില്ല. നമ്മളുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് അവർ പറയുന്നില്ല. എന്താണ് നമ്മൾക്ക് മുമ്പേ കൂടെ മഹാന്മാരാരാണ്, എന്താണ് നിയമങ്ങൾ, ഒരു പോലീസ് ഓഫീസറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. നിങ്ങൾ പലപ്പോഴും കാണാം ഒരു പോലീസ് ഓഫീസറെ ഒരു ആനുവൽ ഡേക്ക് അവിടെ വന്നിട്ട് കാര്യമില്ല. ബാക്കി സർക്കാർ പറയുന്ന ഓരോ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് അവർക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് അവരുടേതായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി, ഒരു ആനുവൽ ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു കുട്ടികളെങ്ങനെ ഓടിപ്പിക്കുകയാണ് അവർ. അപ്പോൾ ആദ്യം ഈ കുഞ്ഞുങ്ങളിലുള്ള ഈ സ്ട്രെസ് അത് ശരിക്കും സ്മിത നോക്കി അറിയാൻ പറ്റും. പ്രൈവറ്റ് സ്കൂളിൽ നമ്മൾ സർക്കാർ സ്കൂളിൽ പോകുമ്പോൾ സ്മിതനെ നോക്കി ചിരിക്കുന്ന കുട്ടികളെ കാണാം. സ്മിത ഒന്ന് കയറി പോകുമ്പോൾ തന്നെ അവർ ഭയങ്കര ചിരിക്കും, നമ്മുടെ കൂടെയും പറ്റും. പക്ഷേ പ്രൈവറ്റ് സ്കൂളിൽ പോകുമ്പോഴുള്ള കുട്ടികളെന്ന് പറയും അവരെപ്പോഴും ഏറെ പിടിച്ച് നടക്കുള്ളൂ. കാരണം അവർക്ക് ലോകം ഇതൊന്നുമല്ല, സമൂഹമൊന്നുമല്ല, അവരുടെ ലോകം മറ്റൊന്നാണ്. അപ്പോൾ ഈ ഈഗോ മാതാപിതാക്കൾ തുടങ്ങുന്ന പ്രൈവറ്റും സർക്കാരുമാണ്. പഠിപ്പിക്കുന്ന സ്കൂളുകളുടെ വ്യത്യാസങ്ങൾ, ക്വാളിറ്റി ടീച്ചേഴ്സിന്റെ വ്യത്യാസങ്ങൾ നമുക്കറിയാം. സർക്കാർ സ്കൂളിലെ ടീച്ചേഴ്സ് എത്ര ക്വാളിറ്റേറ്റീവ് ആണെന്ന് നമുക്കറിയാം. പ്രൈവറ്റ് സ്കൂളിൽ നമുക്ക് ആരെയും ഞാൻ താഴ്ത്തി പറയുന്നതല്ല കേട്ടോ, അങ്ങനെ പറയുന്നതല്ല. പക്ഷെ ആ വ്യത്യാസങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാം. പാരൻസ് പേ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ
അവരുടെ വിചാരം എൻ്റെ കുട്ടിക്ക് ഞാൻ പേ ചെയ്ത് പഠിപ്പിക്കുകയാണ്. കോമൺ സെൻസ് ഇല്ലായ്മ. അത് അത് അവിടെയാണ് തുടങ്ങുന്നത്. ഞാൻ പേ ചെയ്യുകയാണ്. പിള്ളേരോടും പറയണത് വല്ല ടീച്ചേഴ്സ് വഴക്കാണ് പറഞ്ഞത് ഞങ്ങൾ പേ ചെയ്യാണ് നിങ്ങൾക്ക്. അതൊരു വിദ്യാഭ്യാസത്തിനപ്പുറം ഒരു എന്താ പറയുക, നമ്മളൊരു കൺസ്യൂമറിസത്തിലേക്ക് പോവാണ്. ടീച്ചർ കമ്മ്യൂണിറ്റിക്കുള്ള റെസ്പെക്റ്റും കുറഞ്ഞു. വി ആർ പേയിങ്, ആ സർവീസ് ഞങ്ങൾക്ക് തരണം. ഒരു സർവീസ് അങ്ങനെയാണ്, പേ ചെയ്തുള്ള ഒരു സർവീസായി വിദ്യാഭ്യാസം മാറി. അവിടെ നിന്നാണ് ഈ സമൂഹത്തിന്റെ മാറ്റം വരുന്നത്. അതേസമയം മറിച്ച് ഈ പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ച കുട്ടികളും +2 +1 ആകുമ്പോൾ വരണം എവിടെയാ? നമ്മളുടെ സർക്കാർ സ്കൂളിൽ വരും. ഈ സർക്കാർ സ്കൂളിൽ വരുമ്പോഴേക്കും അവരവിടെ എന്താണോ ഉണ്ടായിരുന്നത് ആ എഫക്ട് നമ്മുടെ കുട്ടികളിലേക്ക്, സാധാരണ സ്കൂളിലെ കുട്ടികൾക്കും വരുന്നുണ്ട്. ഞാൻ അങ്ങനെ സർക്കാർ സ്കൂൾ കുട്ടികളെല്ലാം നല്ലതാണ് എന്നുള്ള ഒരു അഭിപ്രായത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ അവർ ഭയങ്കര സ്ട്രെസ് ഫ്രീയും ഇവർ ഭയങ്കര സ്ട്രെസ്സിലാണ് ജീവിക്കുന്നത്. അത് മാതാപിതാക്കൾ മാത്രം ഉണ്ടാക്കുന്നതല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അത് വേണം. കാരണം അവരും അത് മനസ്സിലാക്കണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കടുകട്ടി ഇംഗ്ലീഷ് പഠിപ്പിക്കാവുന്നത്, അല്ലെങ്കിൽ സയൻസിലും മുഴുവനും മാർക്ക് മേടിക്കാവുന്നത്, അല്ലെങ്കിൽ മാത്സിലും മുഴുവനും മാർക്ക് മേടിക്കാവുന്നതല്ല. കുട്ടികളെ സ്ട്രെസ് ഫ്രീ ആയിട്ട് മറ്റുള്ള കാര്യങ്ങളും സമൂഹത്തെക്കുറിച്ചുള്ള ഒരു അവബോധം അവർക്ക് ഉണ്ടാകണം. എനിക്കറിയാം, പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ മാവിൻ ചോട്ടിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുമായിരുന്നു ഇല്ലേ? നമ്മളെ ഒരു വിദ്യാഭ്യാസ ഇന്നത്തെ കുട്ടികൾക്ക്, ഒരു പ്രൈവറ്റ് സ്കൂളിലെ കുട്ടികൾക്ക് അവർ ഗേറ്റ് കഴിഞ്ഞാൽ അവർക്കിടെ ക്ലാസ്സിൽ പോകാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അവരുടെ എക്സ്പ്ലനേഷൻ ചോദിക്കും, നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് അപ്പുറത്തോട്ട് പോയി എന്തിനാന്ന് ചോദിക്കും. നമ്മളെ വിദ്യാഭ്യാസ കാലഘട്ടം അങ്ങനെയായിരുന്നു. ഒരു സർക്കാർ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം എന്നാണ്. ആ വിദ്യാലയം മുഴുവനും അവൻ്റേതാണ്. ഇന്ന് ഒരു വിദ്യാലയം പോയിട്ട് ആ ക്ലാസ് റൂമിന്റെ അപ്പുറത്തോട്ട് അവന് പോകാനുള്ള ഇതില്ല. അത്രയും സ്ട്രിഞ്ചൻ്റ് ആയിട്ടാണ് കുട്ടികളെ നമ്മൾ കൊണ്ടുവരുന്നത്. ആ ഒരു ആറ്റിറ്റ്യൂഡ് വിദ്യാഭ്യാസത്തിലുള്ള, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായ സാമൂഹ്യപരമായുള്ള ആ ഒരു മാറ്റം, അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ പേയിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞില്ലേ, ആ സെയിം ആറ്റിറ്റ്യൂഡാണ് കുട്ടിക്കും ടീച്ചറിനോട് കാണിക്കുന്നത്. ടീച്ചറിൻ്റെ അടുത്ത് ഒരു ബഹുമാനം ഇല്ലായ്മ. അവിടെ ഇപ്പോൾ ഏത് സ്കൂളിൽ ചെന്ന ടീച്ചർ പറയും, എന്നെ അങ്ങനെ വിളിക്കുന്നത്, എടി ബോഡി, വീട്ടിൽ അമ്മനെ വിളിക്കുന്ന പോലെ തന്നെ എന്നെ വിളിക്കണം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാനും അവനെ ഇടാ പോടാന്ന് വിളിക്കും. ഇപ്പം അവരുടെ ഇടയിലും ഒരു റെസ്പെക്റ്റ് വരുന്നില്ല. കുട്ടിക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു ഇത് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അത് സർക്കാരുകൾ പറയുന്നതേ, സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്, അത് ഏത് സർക്കാരുമായിക്കോട്ടെ, ഏത് രാഷ്ട്രീയം, ഏത് സർക്കാരുമായി, സർക്കാർ മുന്നോട്ട് വെച്ചൊരു ആശയങ്ങൾ, സർക്കാർ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്നേ. ഇപ്പൊ സ്മിതയ്ക്കറിയാം, ഈ പറഞ്ഞ കുറെ നാളുകളായിട്ട് വന്നിരുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്കറിയാം. എത്രയോ നല്ല കാര്യങ്ങളാണ് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാറ്റങ്ങളായിട്ട് വരുന്നത്. പക്ഷെ അതൊന്നും ആർക്കും വേണ്ട. അതൊരു കുറച്ചിലാണ്. എന്റെ കുട്ടി ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കും, പക്ഷെ അവർ മനസ്സിലാക്കാണ്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ കുട്ടി ഏറ്റവും നല്ല മാനസികാവസ്ഥയിലാണ് സർക്കാർ സ്കൂളുകൾ വളർത്തുന്നത്. നല്ല മനുഷ്യനായിട്ട് വളർത്തും. ഇപ്പൊ ഞാനൊരു കൗൺസിലർ, ഞാൻ തന്നെ ഓർക്കാണ്, ഒരു സർക്കാർ സ്കൂളിൽ ഇപ്പൊ 2 സ്കൂളുണ്ട്, അവർക്ക് ഇല്ലാത്ത പ്രോഗ്രാംസ് ഇല്ല. എല്ലാ പ്രോഗ്രാമിലും കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാണ്. അത് ഞാൻ നോക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ അത്രയും ഈക്വൽ ഇമ്പോർട്ടൻസ് സാമൂഹ്യപരമായ, ചരിത്രപരമായ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ മറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. അവിടെ ആകെ ഒരു ആനുവൽ ഡേ. ആ ആനുവൽ ഡേയിലും കുട്ടികൾ, ആനുവൽ ഡേക്ക് പിള്ളേർ, ഇപ്പൊ എൻ്റെ മോള് ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ചത്, ആനുവൽ ഡേക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോകണമെങ്കിൽ ഏതെങ്കിലും ക്ലാസ് കട്ട് ചെയ്താൽ ആ ടീച്ചറോട് എക്സ്പ്ലനേഷൻ പറയണം. അപ്പൊ പിള്ളേർ ഭയങ്കര ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്ത് വളരേണ്ട ഒരു സാഹചര്യം. അത് പിള്ളേരിലുണ്ടാവുന്ന മാറ്റം നിസ്സാരമൊന്നുമല്ല. അതൊക്കെ ഇന്റർനെറ്റിനേക്കാളൊക്കെ വളരെ വലിയൊരു വിപത്താണത് ശരിക്കും പറഞ്ഞാൽ. മൊത്തത്തിൽ കാണാൻ പറയത്തിരിക്കുന്ന വിപത്താണ് അതൊക്കെ അല്ലേ? കവിത, ഇപ്പൊ അമ്മമാരുടെ ഒരു മനോഭാവത്തിലെ മാറ്റം വേണം. ആ മാറ്റം ഉണ്ടെങ്കിലേ നമുക്ക് ഈ പറയുന്ന ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു ലക്ഷ്യത്തിലെത്തിയ ആൾക്കാരും ഉണ്ട്. ഇപ്പോൾ ലോകത്തിൽ തന്നെ ഒരു അമ്മമാർ, മദർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ആൻഡ് ഡെത്ത്, അങ്ങനെ ഒരു സംഘടന, ലോക സംഘടനയുണ്ട്. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ പഞ്ചാബിൽ മദേഴ്സ് അഗെയിൻസ്റ്റ് ഡ്രഗ്സ്, മാഡ്, അങ്ങനെ ഒരു സംഘടനയുണ്ട്. അവർ ഇറങ്ങി. കാരണം പഞ്ചാബിലൊക്കെ അത്രയും ഉപയോഗം കൂടുതലായിരുന്നു, ലഹരിയുടെ ഉപയോഗം കൂടുതൽ, ഒരു രക്ഷയും ഇല്ലാത്തൊരവസ്ഥയിൽ അമ്മമാർ ഇറങ്ങി അവിടെ ഒരു വലിയൊരു സാമൂഹ്യ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥ ഇപ്പം കേരളത്തിൽ സംജാതമായിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണ്. അമ്മമാർ ഇറങ്ങേണ്ട സമയമായി. തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇത് 1-2 വ്യക്തികളിലല്ല, സമൂഹത്തെ മുഴുവൻ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലോട്ട് ഇപ്പോഴത്തെ കാലത്തെ ഈ ലഹരിയുടെ വ്യാപനം അത്രത്തോളമുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഒരാളെ പോലും മാറ്റി നിർത്താണ്ട് നമ്മളെല്ലാ അമ്മമാരും സമൂഹത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഹാവിപത്തിനെ
ഏത് രീതി വേണമെങ്കിലും നമുക്ക് നേരിടാനായിട്ടുള്ള ശക്തിയുണ്ട് അമ്മമാർക്ക്. കാരണം 10 മാസം നമ്മൾ കൊണ്ട് നടന്ന് പ്രസവിച്ച് വളർത്തിയെടുത്ത് അവൻ്റെ ഓരോ ചലനങ്ങളും നമ്മൾ മനസ്സിലാക്കി എടുത്തു വരുന്ന ഒരു കുഞ്ഞാണ്. അവനിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ അറിയാണ്ട് പോയതാണ് നമുക്ക് വന്ന തെറ്റ്. അത് നമ്മൾ ആ മാറ്റങ്ങളെ നമ്മൾ അറിയാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവനിലോട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ള അടുത്തെങ്കിൽ മാത്രമേ അവൻ്റെ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ്റെ പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവളുടെ പ്രശ്നങ്ങൾ എന്താണ്. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരിയായിട്ട് മാറാൻ സാധിക്കണം. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഗുജറാത്തി സ്കൂളിൽ എൻട്രൻസിൻ്റെ ഒരു കോച്ചിങ് എടുത്ത് അതിൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അപ്പം നമുക്കറിയാം പല കുട്ടികളും നമുക്ക് ഓരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറേ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നു. പക്ഷേ ഏകദേശം നല്ല 80%, 8A+ഉം ബാക്കി 7 ഒക്കെ ഉള്ള കുട്ടികളാണ്. അപ്പം നമ്മൾ അവരോട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അവർ പറയും, എനിക്ക് സയൻസ് ഗ്രൂപ്പിനോട് താല്പര്യമില്ലായിരുന്നു, എനിക്ക് താല്പര്യം കോമേഴ്സായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട് സയൻസ് ഗ്രൂപ്പ് എടുത്ത് വന്നതുകൊണ്ട് ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്തതാണെന്ന്. ആ ഒരു ടീനേജ്, ആ ഒരു ഏജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കൂട്ടുകാർ, അതായത് ഫ്രണ്ട് സർക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഏജാണ് ഈ ടീനേജ് എന്ന് പറയുന്നത്. കാരണം അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവർ പറയുന്ന എല്ലാത്തിനും യെസ് മൂളാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് സർക്കിളാണ് അവർക്കുള്ളത്. അപ്പം നമ്മളുടെ വാക്കുകളെക്കാളും കൂടുതൽ അവർ സ്വീകരിച്ചു പോകുന്നത് ഈ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരുടെ വാക്കുകളാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള കുട്ടികൾ ഈ സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ആ കൂട്ടുകെട്ട് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ തുടർന്ന് പഠിക്കാൻ അല്ലെങ്കിൽ അവളുടെ കൂടെ തുടർന്ന് പഠിക്കാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് വരുന്നത്. പക്ഷെ കുറച്ച് ആ 1 വർഷം 2 വർഷത്തിനുള്ളിൽ അവർക്ക് മനസ്സിലാവണുണ്ട്, അത് അവരെ അവർക്ക് മനസ്സിലാവണുണ്ട് എൻ്റെ ഫീൽഡ് ഇതല്ല, എനിക്കതായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണുണ്ട് അവർക്ക്. എന്തുകൊണ്ട് ഇതെടുത്തു, എങ്ങനെ വന്നു, ഇനി ഇതിൽ നിന്ന് എങ്ങനെ പോകാം. കാരണം എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹത്തെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ജീവിത വിജയം നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് ഉള്ളിലുള്ള ഒരാളിപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എൻ്റെ ആഗ്രഹം, എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടുനടക്കണ ആഗ്രഹം, അല്ലെങ്കിൽ ഞാനൊരു ഓഫീസർ ആവണം, ഞാനൊരു പോലീസ് ഓഫീസർ ആവണം, അല്ലെങ്കിൽ ഞാനൊരു അഡ്വക്കേറ്റ് ആവണം, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും രീതിയിലുള്ള വലിയൊരു വ്യക്തി ആവണം എന്ന് ആഗ്രഹിച്ച് നടക്കാതെ പോയ ആഗ്രഹങ്ങൾ മക്കളിൽ നമ്മൾ ആ ആഗ്രഹം സബലീകരിച്ച് കാണണമെന്ന ആഗ്രഹത്തോടെ അവരെ പ്രഷർ ചെയ്ത് പഠിപ്പിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു എഫക്റ്റ് ഭയങ്കര വലുതാണ്, ഒരുപാട് വലുതാണ് ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. അവൻ്റെ പാഷൻ എന്താണെന്ന് അറിയുക. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അവൻ്റെ പാഷൻ അറിയുക, അവനെ അറിഞ്ഞ് ആ രീതിയിലോട്ട് അവൻ്റെ പാഷനെ അവൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം അവന് കൊടുത്ത്, അവൻ്റെ സറൗണ്ടിങ് കൊടുത്ത് അവനെ വളർത്തി വലുതാക്കി നല്ലൊരു മകനായി മകളായി സമൂഹത്തിന് നമ്മൾ കൊടുക്കണം. അതിന് നമ്മൾ ഈ ഒരു അമ്മമാർ എല്ലാവരും ഒരുപോലെ ഇറങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ നടത്തിയേ പറ്റൂ. അതിൻ്റെ കാലം അതിക്രമിച്ചു എന്ന് തന്നെ പറയും. രാഷ്ട്രീയമോ ജാതിയോ മതമൊന്നും നമ്മൾ നോക്കണ്ട. നമ്മളിപ്പോൾ 100 കേസുകൾ നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 1000 കേസുകൾ പിടിക്കപ്പെടുമ്പോഴാണ് ഈ 100 എണ്ണം പുറത്തു വരുന്നത്. അത് ഇത്രയും മാധ്യമങ്ങളിൽ ലൈവായിട്ട് നിൽക്കുന്നത് കൊണ്ട് ആ 100 എണ്ണം നമ്മൾ അറിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ എൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്നും എൻ്റെ വഴിയുടെ പരിസരത്ത് നിന്നും എനിക്ക് 2 സിറിഞ്ച് കിട്ടി. 2 സിറിഞ്ച്. കാരണം അവിടെ ലൈറ്റ് കുറച്ച് ദിവസമായിട്ട് ലൈറ്റ് പോയിരിക്കുമായിരുന്നു. പക്ഷെ ഞാൻ പറയാം, ചെറിയ ചെറിയ ഇടവഴികളിൽ പോലും ഇന്ന് ലഹരിയുടെ കൈകളിലോട്ട് അതും അവർ മറയാക്കുന്നു. ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എങ്കിൽ, ആ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിൻ്റെ കീഴേയും അവർ ലഹരിക്കുള്ള ഒരു അവസരം അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മുമ്പിൽ നമ്മുടെ പരിസരത്ത് ചുറ്റുപാടിലുള്ള ആൾക്കാരെ നമുക്കറിയാം, അവർ ഉപയോഗിക്കില്ല എന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. പക്ഷെ എല്ലാവരെയും നമ്മൾ സംശയത്തിൻ്റെ മുന്നിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്തു, ഇത് സംഭവം ഉണ്ട് എന്നുള്ളത്. സമൂഹത്തിൽ നമ്മളിപ്പോൾ എല്ലാവരെയും സംശയത്തോടെ കാണേണ്ട ഒരു അവസ്ഥയിലിട്ട് ആരാണ് വിൽക്കുന്നത്, ആരാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് തരംതിരിച്ചറിയാൻ പറ്റും. അതിനകത്ത് ജാതിയും മതവും അതൊന്നുമില്ല. നമുക്ക് ആരാണ് ഉപയോഗിക്കുന്നതെന്നും ആരാണ് കൊടുക്കുന്നതെന്നും ആരാണ് ഇതിൻ്റെ സെല്ലറെന്നും ഒന്നും നമുക്കറിയാൻ പറ്റില്ല.
ഓരോരുത്തർ പിടിക്കപ്പെടുമ്പോഴാണ് അയ്യോ അവൻ അങ്ങനെ ആയിരുന്നോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. എന്താണ്, ആരാണ് അതിൻ്റെ അവസാനത്തെ കണ്ണിലൂട്ട് നമ്മൾ ആരും പോകുന്നില്ല. ഇത് എവിടുന്നാ കിട്ടുന്നതെന്ന്, ആരെ വിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത് എവിടുന്നാ കൊണ്ടുവരുന്നത്, അവിടെ കൊണ്ടുവരാനായിട്ടുള്ള അങ്ങനെയൊന്നും നമ്മൾ പോകുന്നില്ല. ആ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് അവിടെ അത് അവസാനിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരാനിടയില്ലാത്ത, അല്ല അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ കൃത്യമായിട്ട് സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇത് മഹാവിപത്തിനെതിരെ, ഇതൊരു വിപത്താണ്, ഒരു സമൂഹത്തെ മുഴുവൻ, ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കാവുന്ന രീതിയിലോട്ട്, അതെ, നമുക്ക് വരാൻ പോകുന്ന തലമുറയ്ക്ക് പോലും ഭീഷണിയാകത്തക്ക രീതിയിലാണ് ഈ ഒരു മഹാവിപത്ത് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നത്. അതിനെ ഏത് വിധേനയും നമുക്കതിനെ അമർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് എല്ലാ അമ്മമാരും ഒരുപോലെ നമുക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. അതാണ് പറയാനുള്ളത്. നിഷ, ഇതൊരു വിപത്താണ്, മഹാവിപത്താണ്. ഇപ്പോൾ പ്രിയ പറഞ്ഞ വെച്ച് തീർത്തോടത്തിന് പറയാം, പൊതുവിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ സ്ട്രെസ് ഫ്രീ ആണ്. അപ്പം അങ്ങനെ ഒരു പൊതുവിദ്യാഭ്യാസത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരേണ്ട ആവശ്യകത കൂടി വരികയാണ് അല്ലെ? അതായിരിക്കും കുറച്ചും കൂടി കുട്ടികൾ ഫ്രീ ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബിഗർ ലോകം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്രീ മൈൻഡ് ആയിട്ടുള്ള പിള്ളേർ കൂടുതൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അവിടെ അമ്മമാരുടെ റോളിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളത്? പ്രിയ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞപ്പം നമ്മൾ പൈസ കൊടുത്ത് പഠിപ്പിക്കുന്ന സ്വകാര്യ സ്കൂളുകൾ അപ്പം മാതാപിതാക്കൾ അങ്ങോട്ട് ആവശ്യപ്പെടും എല്ലാത്തിനും. ഞാൻ നിന്നെ പൈസ കൊടുത്ത് പഠിപ്പിക്കുകയാണ്, അപ്പം നീ എനിക്ക് ഇത്ര തിരിച്ചു തരണം. 1 ലക്ഷം അടയ്ക്കുക, 1 കോടിയായിട്ട് തിരിച്ചു തരണോ എന്നുള്ള മൈൻഡിലാണ് പറയുന്നത്. അതേ സമയത്ത് സർക്കാർ സ്കൂളുകൾ പഠിക്കുന്ന കുട്ടികൾ വളരെ ഫ്രീ ആയിട്ട് ഇടപെടുന്നു, നമ്മളത് കാണുന്നുണ്ട്. അതേ സമയത്ത് ഈ ഹൈസ്കൂൾ തലം മുതൽ, ഇപ്പം 8ാം ക്ലാസ് മുതൽ നോക്കുകയാണെങ്കിൽ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം ഗണ്യമായ രീതിയിലാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ല രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല അവസരങ്ങളിലും ഇതിലും നമുക്ക് കാണാം. നമ്മൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് കലോത്സവമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കുട്ടികളുടെ കലോത്സവം. അപ്പം അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഈ സ്ട്രെസ് ഫ്രീ മൈൻഡാണ് ഈ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അവരും തമ്മിലുള്ള സ്ട്രെസ് ഫ്രീ മൈൻഡാണ് കുട്ടികൾക്ക്. നമ്മൾ ഈ അടുത്ത് വന്ന ഒരു സിനിമയിൽ, പ്രേമലു വന്ന സിനിമയിൽ, എടാ CBSE എന്ന് പറഞ്ഞ കുട്ടികളാണ്. ഞാൻ CBSE ആക്ഷേപിച്ചു പറയല്ല കേട്ടാ, ഞങ്ങൾ സ്റ്റേറ്റ് ആടാ എന്ന് പറഞ്ഞോണ്ട് അവരോട് അത് തന്നെ അമൂൽ ബേബീസ് ആയിട്ട് മാറുന്ന ഒരു നമ്മളുടെ സിനിമ പോലും അങ്ങനെ ചിത്രീകരിക്കുന്നത്. അത് പൊതുവേ ഉള്ളൊരു ധാരണയാണ്, അങ്ങനെയുള്ള ധാരണയാണ് കുട്ടികൾ, സമൂഹത്തിന്റെ ധാരണയാണ്. നല്ല രീതിയിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ 8ാം ക്ലാസ് ഹൈസ്കൂൾ തലം മുതൽ ഈ വിദ്യാഭ്യാസം സർക്കാർ സ്കൂളിലേക്ക് മാറ്റാനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കുന്നുണ്ട്. ഈ പിന്നെ നേരത്തെ പറഞ്ഞതിന് കൂട്ടി പറയുകയാണെങ്കിൽ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്നത്, എല്ലാം പ്രൈവറ്റ്. പക്ഷെ ജോലിയുടെ കാര്യം വരുമ്പോൾ ഗവൺമെന്റ് ജോലി അവർക്ക് വേണം, അല്ലെ? ഗവൺമെന്റ് ജോലി വേണം. ഇപ്പൊ ഒരു കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ ഗവൺമെന്റ് ജോലി ഉണ്ടോ? ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ അവൻ ജീവിതാവസാനം വരെ അയാളെയും ആ കുടുംബത്തെയും പരിരക്ഷിക്കേണ്ടത് ബാധ്യത ആർക്കാണ്? ഗവൺമെന്റിനാണ്. അയാളെ കാലത്തിൽ മരണമടഞ്ഞ അവരുടെ ആർക്കാണ് ജോലി? ആശ്രിത നിയമനം. അപ്പൊ അങ്ങനെ വിഷയത്തിൽ നിന്ന് വിട്ടു വരുമ്പോൾ ചോദ്യം മറന്നു പോകുന്നു. കണക്ട് ചെയ്ത് ഓരോ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിന്റെ ഒരു സംഭവമാണ് പ്രിയ ചൂണ്ടിക്കാട്ടിയത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള കുട്ടികൾ നമുക്ക് കുട്ടികൾ ലഹരിയിലോട്ട് പോകാതെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഇപ്പം A+ നേടുക എന്ന്, അല്ലെങ്കിൽ A+ കുട്ടീനെ കൊണ്ട് മേടിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അത് പൊതുസമൂഹത്തിന് തന്നെ. ഇപ്പം ഇവരെ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് കുട്ടികളെന്ന് പറഞ്ഞാൽ നാളത്തെ പിന്നെ ഐസക് ന്യൂട്ടന്മാരും ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ ആവേണ്ട കുട്ടികൾ, അബ്ദുൽ കലാം ആസാദൊക്കെ ആകേണ്ട കുട്ടികളെയാണ് ഈ അവരുടെ സർഗശേഷിയും ചിന്താശേഷിയും ഒക്കെ നശിപ്പിക്കുന്ന ഈ ലഹരികൾക്ക് അടിമയായി പോകുന്നത്. അപ്പൊ അത് ഇതേപോലെയുള്ള ചോദ്യം മറന്നു പോകുന്നുണ്ട് ഇടക്കിടക്ക് വിഷയങ്ങളിലേക്ക് മാറി വരുമ്പോ. അമ്മമാരുടെ മനോഭാവത്തിൽ മാറ്റം വരണം. A+ മാത്രവും അല്ലെങ്കിൽ അവര് ആഗ്രഹിക്കുന്ന രീതിയിൽ കുട്ടികളെ
വഴിതിരിച്ചു വിടുന്നത് മാത്രമല്ല ജീവിതം. ഒരു നമ്മളുടെ വീട്ടിൽ ഒരാൾ കടന്നു വരുമ്പോൾ അയാളെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, ഒരു ബാങ്കിൽ പോയാ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ പോയാ ഒരു പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ ഒരു പരാതി എഴുതി കൊടുക്കണം എന്ന് പോലും അറിയാത്ത കുട്ടിയാണ്. ഫുൾ A+ ആയിരിക്കും, 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആയിരിക്കും. പക്ഷെ ആ കുട്ടിക്ക് പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് ഒരു മരണ വീട്ടിൽ ചെന്നാ പെരുമാറേണ്ടതെന്ന് അറിയാൻ പാടില്ല, ഒരു ആരാധനാലയത്തിൽ ചെല്ലുന്ന ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിന്റെ ആവശ്യമില്ല, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. കമ്മിറ്റ്മെന്റ് ഇല്ല. അവരുടെ ലോകം എന്ന് പറയുന്നത് ഇതിൽ ഒതുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇതുവഴിയായിട്ട് അവർക്ക് എല്ലാ സംഗതികളും അവർക്ക് ആവശ്യപ്പെട്ടാൽ അവർ നമ്മളോട് പറയാം നമ്മൾ ജെൻ ആൽഫ, ജെൻ സി, മില്ലിയനൊക്കെ അത് തന്നെ അങ്ങനെയുള്ള സംസാരങ്ങളാണ് അവരുടെ ഇടയിൽ. പിന്നെ അത് ക്വസ്റ്റ്യനിലേക്ക് വന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സിനിമാ മേഖല പറയാം. സിനിമാ മേഖല വളരെ ഒരു സിനിമയിലുള്ള ഈ നിയന്ത്രണമില്ലാത്ത ആക്രമണങ്ങൾ കുട്ടികളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ആ സിനിമയിൽ നായകൻ ലഹരി ഉപയോഗിക്കുന്നു, പണത്തിന് വേണ്ടി ലഹരി വിൽക്കുന്നു, ഗുണ്ടായിസം, മാഫിയ കുട്ടികൾ ശ്രമിക്കുന്നുണ്ട്. അത് അപ്പൊ അങ്ങനെയുള്ള അതിൽ ഇമിറ്റേറ്റ് ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ഒരു ഹീറോയിസം അവന് ലഭിക്കുമെന്നുള്ളൊരു ധാരണ അവന്റെ അബോധ മനസ്സിലുണ്ട്. അപ്പൊ അവന് അതിലേക്ക് ആകാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ തൊട്ടടുത്തത് തന്നെ സിനിമ, ഒരു ആവേശം എന്ന് പറഞ്ഞ സിനിമ നമുക്ക് അല്ലെ, നായകന്റെ പേരും നമുക്ക് എടുത്തു പറയുന്നില്ല. ആ നായകൻ പല നല്ല തീമുകൾ, നല്ല ആശയങ്ങൾ സമൂഹത്തിൽ നൽകാൻ വേറെയും പല സിനിമകളും സമൂഹത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പം ആ ഒരു മനസ്സിലില്ല. അപ്പൊ ആ സിനിമയിൽ ഒരു പാട്ട് നമ്മളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ മാത്രമല്ല യുവതലമുറ, നമ്മളും മധ്യവയസ്കരും ആര് വേണമെങ്കിലും ആ ഒരു പാട്ടിനൊത്ത് ചുവട് വെക്കാൻ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് നമ്മൾ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി എന്താണ് ഈ വരികൾ എഴുതി വെച്ചേക്കുന്നത് നമുക്ക് അതിശയം വരും. എന്താണ് എഴുതി വെച്ചേക്കുന്നത് അല്ലെ? കുട്ടികളെ ആ പാട്ട് പാടും. ചോര കണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്നൊക്കെ, അത് ആ കുട്ടീനെ എന്തോരം വാളുകൊണ്ട് കൊടുവാള് കൊണ്ട് കേക്ക് അത് സിനിമ വളരെ സിനിമ ഉണ്ടായിട്ടുണ്ട്. അന്നും ഇതേപോലെ ഞാൻ ചോദിക്കുക, ഇത്രയും ആക്രമണം, അതിനുള്ള ലഹരി, വയലൻസ് ഒക്കെ ഇപ്പൊ ഇമിറ്റേറ്റ് ചെയ്യാൻ പിള്ളേർക്ക് തോന്നുന്നുണ്ടായിരിക്കും. നമ്മള് സിനിമ കണ്ടിട്ടുണ്ട്, നമുക്കൊക്കെ തോന്നിയിട്ടില്ല. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സിനിമ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവിടെയൊക്കെ അമ്മമാർക്ക് ഇടപെടാൻ പറ്റില്ലേ? അതായത് ഇപ്പൊ ഒരു റാഷണൽ ആയിട്ട് തിങ്കിങ് കൊടുക്കാൻ പിള്ളേർക്ക് പറ്റില്ലേ? ഒരു ഇത് തെറ്റാണ് ശരിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ അമ്മമാർക്ക് പറ്റില്ലേ? അമ്മമാർക്ക് പറ്റില്ലേ അല്ലെ ചോദ്യം. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ തന്നെ ഇത്രയും ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഹരി വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ ഗുണ്ടാ തലവന ഒരു പൊതുസമൂഹം അംഗീകരിക്കുന്നതായിട്ടും അംഗീകരിക്കുന്നതായിട്ട് ഹീറോ ആയിട്ട് നമ്മള് വളർന്ന തലമുറയോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ അനുവദിച്ചിട്ടില്ല. നമ്മള് ഇപ്പോഴും നമ്മള് അനുവദിക്കുന്നില്ലല്ലോ. അവരിലെ ഒരു ആ ക്രൗഡിന്റെ ഇടക്ക് അവര് കാണുന്നത് അങ്ങനെ ചെയ്താൽ അല്ലെ, അങ്ങനെ രീതിയിൽ എളുപ്പത്തിന് പണം ഉണ്ടാക്കാൻ വേണ്ടി ലഹരി ആശ്രയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജനശ്രദ്ധ കിട്ടാനും ഹീറോയിസം ഒക്കെ വളരാനും ഒക്കെ ചെയ്ത് പറഞ്ഞതാണ് പോയിന്റ്. അതായത് പോപ്പുലാരിറ്റി, ആ പോപ്പുലാരിറ്റിക്ക് വേണ്ടി അമ്മമാര് പോലും വ്ളോഗ് ചെയ്യുന്ന അവസ്ഥയാണ്, യൂട്യൂബ് ചാനലുകൾ അല്ലേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് നമ്മൾ മുമ്പിൽ നോക്കുമ്പോൾ ഇതെല്ലാം നല്ലതാണ്. പക്ഷെ ഇതിനൊരു സൈഡ് എഫക്റ്റ് ആണ് നമ്മളുടെ വളരുന്ന തലമുറ. ഇത് അവർക്ക് എത്തിപ്പെടാൻ, ഇത് ഉപയോഗിച്ചാൽ ഞങ്ങൾ ഇവരെക്കാളും വലുതാവും, അല്ലെങ്കിൽ നമുക്ക് ധൈര്യം കൂടും, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഇവിടെയാണ് അമ്മമാരൊരു പോസ് വെക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ അരുത് എന്ന് പറയാൻ പറ്റുന്നില്ല. അമ്മ നിസ്സഹായല്ലേ? അമ്മ നിസ്സഹായാണ്. പക്ഷെ ഈ ഒരു ഏജ്, അതായത് ചെറിയ കുട്ടി, ഒരു പക്വത വരുന്നത് വരെയുള്ള പ്രായത്തിൽ കുട്ടികൾക്ക് അവർക്ക് ഇമിറ്റേറ്റ് ചെയ്യാനും എക്സിബിറ്റ് ചെയ്യാനും ഒരു താല്പര്യം കൂടിയ ഏജാണ്. അതായത് എന്ത് കണ്ടാലും അവര് ഇമിറ്റേറ്റ് ചെയ്യും, അതിനെ പ്രദർശിപ്പിക്കാനായിട്ടൊരു അവസരം. ഇപ്പൊ കൂടെ പഠിക്കുന്ന കുട്ടികൾ പുകവലിക്കുന്നു, വീട്ടിലില്ലെങ്കിൽ പോലും പുറമെ നിന്ന് അത് കാണുമ്പോ ഞാനും അങ്ങനെ ചെയ്താൽ എന്താ, അതിന്റെ വരും വരായികൾ അവർ ആലോചിക്കുന്നില്ല. എനിക്കും അങ്ങനെ ചെയ്ത് നോക്കാന്നുള്ള അവരെ അനുകരിച്ചിട്ട് അതേപോലെ ചെയ്യും. പക്ഷെ വീട്ടിലിരിക്കുന്നവരെ അവർ കാണുന്നില്ല ഈ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് അത്രയും നല്ല കെയറിങ്ങോടുകൂടി നിന്ന കുട്ടിയാണ് പുറത്തു പോയിട്ട് മറ്റുള്ളവരെ കാണുമ്പോൾ ഈ അനുകരണ സ്വഭാവം കുട്ടികളിൽ കൂടുതലാണ്. അതേപോലെ അത് എക്സിബിറ്റ്, ഇപ്പൊ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നല്ല ഒരു രീതിയിൽ വസ്ത്രം ധരിക്കണം. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ അവരുടെ രീതിയിൽ നല്ല രീതിയിൽ, അത് നമ്മളുടെ നല്ല രീതിയല്ല.
അപ്പൊ അവരെന്താ വിചാരിക്കുന്ന വെച്ചാൽ പുറത്ത് ഞാൻ ഇങ്ങനെ ഇട്ട് പോകുമ്പോ ഒരു 10 പേരെ എന്നെ നോക്കിയാൽ ചിലപ്പോ ആ നോക്കുന്നത് വേറെ ചീത്ത ഇതിലായിരിക്കും നോക്കണത്, ഇതെന്ത് വേഷം. പക്ഷെ ഇവരുടെ മനസ്സിൽ ഓ ഞാൻ ഇട്ടിരിക്കുന്നത് നല്ലതാണ്, അപ്പൊ അവരൊന്ന് എക്സ്പോസ് ചെയ്താല് അവര് എന്നെ നോക്കണുണ്ട്, അങ്ങനെയുള്ള ചിന്ത. ഈ ലഹരി എന്ന് പറഞ്ഞ സാധനം കുറച്ചു നാൾ ഉപയോഗിച്ചാൽ എന്റെ അറിവനുസരിച്ചിട്ട് ജീവിക്കുന്ന ഒരു അസ്ഥികൂടമായി മാറും എന്നാണ് പറയണത്. എല്ലാ മാതാപിതാക്കളും മക്കളെ വളർത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര്, അതായത് ഈ മാതാപിതാക്കളുടെ അവസാന കാലത്ത് മക്കളുടെ സംരക്ഷണയിൽ ജീവിക്കണം, അവര് നോക്കണം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്കള് മാതാപിതാക്കൾക്ക് ഒരു ബാധ്യതയായി തീരുന്ന ഒരു കാലഘട്ടമായിട്ട് മാറിയിരിക്കുന്നതാണ്. കാരണം ഈ ലഹരി അതേപോലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാടിനെ. അതിൽ നിന്നും മോചനം ഏത് വഴിക്ക്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു വീട്ടിലെ ഒരു കുട്ടിക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ ആ കുട്ടീനെ എപ്പോഴും ചേർത്ത് പിടിക്കുക. അവനെ എന്തായാലും ഒരു തെറ്റ് അവന്റെ ഭാഗത്ത് വന്നുപോയി, അത് പറഞ്ഞിട്ട് അവനെ തഴഞ്ഞു വിടുകയോ ഒന്നും ചെയ്യരുത്. ആ കുട്ടീനെ എങ്ങനെയും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള മാക്സിമം എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം. ആ കുടുംബത്തിനെയും മറ്റുള്ള സൊസൈറ്റിയും ചേർത്ത് പിടിക്കണം. അത് ഇവരൊറ്റപ്പെട്ടു പോകരുത് സമൂഹത്തിൽ. ഇവരൊറ്റപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് കുട്ടികളിൽ തെറ്റ് കണ്ടാലും ഇവരത് പ്രതികരിക്കാതെ വീടിന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കണതും കുട്ടികൾ കൂടുതൽ കൂടുതൽ തെറ്റിലേക്ക് പോകുന്നതിനും കാരണം ഇതാണ്. ഒരു കൺക്ലൂഷൻ എന്നല്ലേ പ്രിയ, ഇപ്പൊ ഒരു കുട്ടിയെ പിടിച്ചു, ലഹരി പദാർത്ഥമായിട്ട് പിടിച്ചു, ആ കുട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കാൻ നിയമം റെഡിയാവും? ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചല്ലേ, നമ്മൾക്ക് 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു കുട്ടിയും, ഒരു കുട്ടി എന്ന് സ്മിത ഉദ്ദേശിക്കുന്ന അപ് ടു 18 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇതുണ്ട്. കാരണം കുട്ടികളെ ജൂനിയർ ഹോമിൽ കൊണ്ടുപോവുക, കുട്ടികളെ അതേ രീതിയിലുള്ള നല്ല ക്ലാസ്സുകൾ കൊടുക്കുക, കുട്ടികളുടെ ഒരു പരിവർത്തനം നോക്കും. പക്ഷെ 18 വയസ്സ് എന്ന് പറയുന്ന ഒരു കാലയളവ് നിയമത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രായപൂർത്തി. ഒരു 18 വയസ്സുകാരനും ഒരു 50 വയസ്സുകാരനും ഒരു 60 വയസ്സുകാരനും 75 വയസ്സുകാരനും നമ്മൾ വ്യത്യാസമില്ല. പക്ഷെ ഒരു 18 വയസ്സുകാരനും 17 വയസ്സുകാരനും നമ്മൾ വ്യത്യാസമുണ്ട്. അത് നിയമം പറയുന്നുണ്ട്. അവിടെ മാത്രമാണ് നിയമത്തിൽ ഒരു വിവേചനമുള്ളത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. 18 വയസ്സിനുള്ള മുകളിലുള്ള ഏത് കുട്ടികളും ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നാൽ കോടതിയുടെ മുമ്പിൽ, പ്രത്യേകിച്ച് NDPS ആക്ടിൽ ഹാർഡ് ആൻഡ് സ്ട്രിക്റ്റ് റൂൾസ് മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിച്ച് മാത്രമേ ഉള്ളൂ. അതിലൊരു സെക്കൻഡ് ചാൻസ് നിയമത്തിൽ നിന്ന് കിട്ടില്ല, പക്ഷെ സമൂഹത്തിനും കുടുംബത്തിൽ നിന്നും കിട്ടും. നിയമത്തിന് ഒരിക്കലും ഒരു സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീ ആദ്യമായിട്ടാണ്, പിന്നെ നമ്മളൊരു ബെയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒഫൻഡർ ആണോ എന്ന് നമ്മൾ നോക്കും. ആ ഒരു ബെയിൽ കൺസിഡർ ചെയ്യാനുള്ള ഒരു ഡിസ്ക്രിപ്ഷണറി പവറായിട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് ശിക്ഷാവിധി പറയുമ്പോഴുള്ള ശിക്ഷ കുറയ്ക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ടോ നമ്മൾക്ക് ഈ പറയുന്ന സ്മിത പറയുന്ന ഒരു അധികാരം ഉപയോഗിക്കാൻ കഴിയും. മറ്റൊരു തലത്തിലും നിയമത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അയാൾക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കേണ്ടത് നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബവുമാണ്. അത് എന്തായാലും അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചർച്ച അവസാനഘട്ടത്തിലാക്കാം. എന്നാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. അമ്മ എന്നാൽ നല്ലൊരു കൂട്ടുകാരിയും ഒപ്പം അമ്മയ്ക്ക് നല്ലൊരു പോരാളിയുമാകാൻ പറ്റുമെന്നാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച തെളിയിച്ചിരിക്കുന്നത്.